നമസ്തേ പുത്തൻപുള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്, ഒപ്പം പ്രദീപ് പിള്ള. നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. രാവിലെ തന്നെ നമുക്കൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്, വിശേഷത്തെക്കുറിച്ച്, ഇന്നത്തെ താരത്തെക്കുറിച്ച് ഒക്കെ പറയാം. ആദ്യം പ്രധാന വാർത്താ തലക്കെട്ടുകൾ. നടൻ സിദ്ദിഖിന് കുരുക്കുമുറുകുന്നു. നടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്ത മ്യൂസിയം പോലീസ്. രഞ്ജിത്തിനെതിരായ പരാതിയിൽ ശ്രീലേഖ മിത്രയുടെ രഹസ്യമൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. അമ്മയുടെ തലപ്പത്തേക്ക് യുവതാരങ്ങൾ വരണമെന്ന ആവശ്യം ശക്തം. ലൈംഗികാരോപണത്തിൽ മുകേഷ് MLA രാജിവെക്കേണ്ടതില്ലെന്ന് CPM. ആരോപണം വരുമ്പോൾ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ലെന്ന് വിലയിരുത്തൽ. ചലച്ചിത്ര നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞേക്കും. സംഘർഷഭൂമിയായി കൊൽക്കത്ത. മമതയുടെ രാജി ആവശ്യം ശക്തം. ബംഗാളിൽ BJPയുടെ 12 മണിക്കൂർ ബന്ദ്. പ്രതിഷേധം പോലീസ് നരനായാട്ടിനെതിരെ. ഇന്ന് മഹാത്മാ അയ്യങ്കാളി ജയന്തി. ജാതീയ അനീതികൾക്കെതിരെ പോരാടിയ മഹാനുഭാവന്റെ ഓർമ്മകളിൽ കേരളം. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ വിപുലമായി ആചരിക്കാൻ പുത്തൻപുലരി. മത്സ്യത്തൊഴിലാളികളെ പിഴിഞ്ഞ സംസ്ഥാന സർക്കാർ. വളങ്ങളുടെ ലൈസൻസ് ഫീസ് 3 ഇരട്ടിയിലധികം കൂട്ടി. അംശാദായം കൂട്ടിയതും തിരിച്ചടി. പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് നമ്മൾ ആദ്യം തന്നെ എത്തുകയാണല്ലേ. വില്ലുവണ്ടിയിൽ വന്ന വിപ്ലവ നായകൻ അല്ലെ. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണിന്ന്. പട്ടികജാതി സമൂഹത്തിന് പഠനമില്ലെങ്കിൽ പാടം കൊയ്യില്ലെന്ന് അധികാരികളുടെ മുഖത്തു നോക്കി ആർജവത്തോടെ പറഞ്ഞ മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ച് ഇന്നത്തെ സുദിനം ആരംഭിക്കാം അല്ലേ. മഹാത്മാ അയ്യങ്കാളിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ പുത്തൻപുലരി തുടങ്ങുന്നത് തന്നെ. തിരുവനന്തപുരം വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരകം അറിയില്ലേ, അവിടെയാണ് ഈ ഗാനരംഗം പ്രധാനമായും ചിത്രീകരിച്ചിട്ടുള്ളത്. ജനം TVക്ക് വേണ്ടി കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാറാണ് ഈ ഗാനം രചിച്ചതെന്നുള്ള സന്തോഷം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സംഗീതം നൽകിയത് MS കബീർ. PJ ദേവപ്രിയയാണ് ഈ ഗാനം മനോഹരമായി ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ക്യാമറ LR അജിത്ത്, എഡിറ്റിംഗ് വിഷ്ണു മണികണ്ഠൻ, സാങ്കേതിക സഹായം പ്രഹ്ലാദൻ, പ്രൊഡ്യൂസർ രജിത്ത്. ശരി, ഗാനത്തിലേക്ക്. ആചാരങ്ങൾ ചാരമൊരുക്കിയ നന്മ മരിച്ചൊരു കാലത്തിൽ അയിത്തവേരുകൾ അറുത്തുമാറ്റാൻ നേരിൻ പടവാളെടുത്തൊരാൾ. ആചാരങ്ങൾ ചാരമൊരുക്കിയ നന്മ മരിച്ചൊരു കാലത്തിൽ അയിത്തവേരുകൾ അറുത്തുമാറ്റാൻ നേരിൻ പടവാളെടുത്തൊരാൾ. അയ്യങ്കാളിയൊരാവേശം, അയ്യങ്കാളിയൊരിതിഹാസം, അയ്യങ്കാളിയൊരാവേശം, അയ്യങ്കാളിയൊരിതിഹാസം. വയറുകത്തും മണ്ണിൻ മക്കൾ വെയിലത്തുരുകും വയലുകളിൽ. വയറുകത്തും മണ്ണിൻ മക്കൾ വെയിലത്തുരുകും വയലുകളിൽ. വിത്ത് പാകിയ കൈകളിൽ വിത്തം തെല്ലുമില്ലാ ദുരിതത്തിൽ. വിത്ത് പാകിയ കൈകളിൽ വിത്തം തെല്ലുമില്ലാ ദുരിതത്തിൽ. വേലയെടുക്കും നീലിപ്പെണ്ണിൻ മാനമൊടുങ്ങും കൂരകളിൽ. വേലയെടുക്കും നീലിപ്പെണ്ണിൻ മാനമൊടുങ്ങും കൂരകളിൽ. വേട്ടക്കാരുടെ തേരോട്ടത്തിൽ ചാട്ടുളി പോലെ പൊരുതിയൊരാൾ. വേട്ടക്കാരുടെ തേരോട്ടത്തിൽ ചാട്ടുളി പോലെ പൊരുതിയൊരാൾ. അയ്യങ്കാളിയൊരാവേശം, അയ്യങ്കാളിയൊരിതിഹാസം, അയ്യങ്കാളിയൊരാവേശം, അയ്യങ്കാളിയൊരിതിഹാസം. അക്ഷരവഴികളിൽ അടിയാളന്മാർ ആട്ടിയകറ്റിയ നാളുകളിൽ. അക്ഷരവഴികളിൽ അടിയാളന്മാർ ആട്ടിയകറ്റിയ നാളുകളിൽ. അറിവിന് പോലും മതിലുകൾ കിട്ടിയ അന്ധകാര കളരികളിൽ. അറിവിന് പോലും മതിലുകൾ കിട്ടിയ അന്ധകാര കളരികളിൽ. പഞ്ചമിപ്പൻ ഹൃദയതലത്തിൽ ബോധദീപം പകരാനായി.
ഇതിഹാസം അയ്യങ്കാളിയൊരാവേശം അയ്യങ്കാളിയൊരിതിഹാസം വിശ്വാസങ്ങൾ വിലങ്ങണിയിച്ചൊരു വിഷാദ ജീവിത ഭൂമികയിൽ വിശ്വാസങ്ങൾ വിലങ്ങണിയിച്ചൊരു വിഷാദ ജീവിത ഭൂമികയിൽ വില്ലുവണ്ടി ചക്രമുരുട്ടി വിജയ വീതിയൊരുക്കിയൊരാൾ വില്ലുവണ്ടി ചക്രമുരുട്ടി വിജയ വീതിയൊരുക്കിയൊരാൾ വിലയില്ലാത്തൊരു നരജന്മങ്ങൾ ബലിപീഠങ്ങൾ എടുക്കുമ്പോൾ വിലയില്ലാത്തൊരു നരജന്മങ്ങൾ ബലിപീഠങ്ങൾ എടുക്കുമ്പോൾ വിമോചനത്തിൻ കാഹളമൂതിയ വീരകേരള പുത്രനൊരാൾ വിമോചനത്തിൻ കാഹളമൂതിയ വീരകേരള പുത്രനൊരാൾ ആചാരങ്ങൾ ചാരമൊരുക്കിയ നന്മ മരിച്ചൊരു കാലത്തിൽ അയിത്തവേരുകൾ അറുത്തുമാറ്റാൻ നേരിൻ പടവാളെടുത്തൊരാൾ ആചാരങ്ങൾ ചാരമൊരുക്കിയ നന്മ മരിച്ചൊരു കാലത്തിൽ അയിത്തവേരുകൾ അറുത്തുമാറ്റാൻ നേരിൻ പടവാളെടുത്തൊരാൾ അയ്യങ്കാളിയൊരാവേശം അയ്യങ്കാളിയൊരിതിഹാസം അയ്യങ്കാളിയൊരാവേശം അയ്യങ്കാളിയൊരിതിഹാസം അയ്യങ്കാളിയൊരാവേശം അയ്യങ്കാളിയൊരിതിഹാസം വഴി നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ രാജവീതിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത വിപ്ലവകാരി. ഒപ്പം ചന്തയിൽ പ്രവേശനമില്ലെന്ന് പറഞ്ഞപ്പോൾ പട നയിച്ച് ചന്തയിലേക്ക് നടന്നു കയറിയ വീരൻ. അത് അന്നത്തെ കാലത്താണെന്ന് ഓർക്കണം. പഠിക്കാൻ ഞങ്ങളുടെ കുട്ടികളെ അനുവദിച്ചില്ലെങ്കിൽ ആ പാടങ്ങൾ പുല്ലും കളയും നിറയും എന്ന് ഉറക്കെ വിളിച്ചോതിയ മഹാൻ. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഉണ്ട്, ധാരാളം പാക്കേജുകളുണ്ട്, 2 അതിഥികളുണ്ട്. SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട് ഉണ്ടാവും. ഒപ്പം പന്തളം ബാലൻ, പന്തളം ബാലനും നമ്മോടൊപ്പം ചേരും. ഏതായാലും അതിലേക്കൊക്കെ വരാം. നമുക്ക് ആദ്യം ഏതാനും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയിട്ട് 7:30 മുതൽ നമ്മൾ ഇതിനായി തന്നെ ഈ ദിവസം മാറ്റി വയ്ക്കുകയാണ്. ശരി, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ അത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദങ്ങളിൽ ഇങ്ങനെ ആടി ഒളിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമ. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസും എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ അതാണ് പറയാനുള്ളത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. മ്യൂസിയം പോലീസ് കേസെടുത്തത്. അതോടൊപ്പം തന്നെ 2016 തലസ്ഥാനത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഈ കേസിന് ആധാരം. എന്തായാലും ഈ കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു കഴിഞ്ഞ ദിവസം നിലനിന്നിരുന്നത്. പ്രജിത് മോഹനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ചേരുന്നത്. പ്രജിത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വിവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിദ്ദിഖിനെതിരെ കേസും. വീണ, പ്രതിഭ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ യുവനടി സിദ്ദീഖിനെതിരായ പരാതി DGPക്ക് മേൽമാർഗം നൽകുന്നത്. തുടർന്ന് പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിനും തുടർന്ന് മ്യൂസിയം പോലീസിനും കൈമാറുകയായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. എന്തായാലും ഇന്ന് ഈ കേസ് അന്വേഷണ സംഘത്തിന് വീണ്ടും കൈമാറും. അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥയും തിരുവനന്തപുരം റേഞ്ച് DIGയുമായിട്ടുള്ള അജിത ബീഗം IPS ആയിരിക്കും ഈ കേസ് അന്വേഷിക്കുക. ഇനിയുള്ള തുടർ നടപടികൾ എന്ന് പറയുന്നത് ഇരയുടെ മൊഴി രേഖപ്പെടുത്തുക, ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുക, തുടർന്ന് ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ഏറ്റവും പ്രസക്തമായ കാര്യം, ഈ സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമ കേസുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന 2ാമത്തെ കേസാണിത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഈ സംഭവങ്ങളിൽ ആദ്യത്തെ കേസായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ സിദ്ദീഖിനെതിരായ കേസും വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ പരാതി നൽകുന്നത് എപ്പോഴായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ച് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറെ വൈകുന്നേരത്തോടെയാണ് ഇത്തരമൊരു പരാതി, അത് മെയിലിലാണ് നൽകുന്നത്. തുടർന്നാണ് അന്വേഷണ സംഘത്തിലേക്ക് ഈ പരാതി എത്തുന്നതും. ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള പരാതിയായതിനാൽ അത് മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായതും. എന്തായാലും തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് കോടതിയിൽ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഈ സാഹചര്യ തെളിവുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടപടികളുമായി മുന്നോട്ട് പോകുക.
പ്രത്യേകിച്ച് ഈ അന്വേഷണത്തിന് വലിയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അതിൽ 4 വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ഉൾപ്പെടുത്തി വലിയൊരു സംഘം രൂപീകരിച്ചു. പക്ഷേ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം 2016 നടന്ന സംഭവങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ കാലപ്പഴക്കമുള്ള ഒരു ആരോപണമാണ്. അതിന് തെളിവുകൾ കണ്ടെത്തുക എന്നത് സ്വാഭാവികമായി തന്നെ പ്രയാസമേറിയതായിരിക്കും. 2016 സിദ്ദീഖിൻ്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നിള തിയേറ്ററിൽ പ്രിവ്യൂ നടക്കുമ്പോഴാണ് സിദ്ദീഖുമായിനെ കണ്ടുമുട്ടുന്നതും അതിനുശേഷം പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതുമാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് സിദ്ദീഖ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പ്രജിത്തെ, ഒരു തിരുത്തൽ കൂടി, ഞാൻ അനുവാണ്. പ്രദീപ് പിള്ളയും അനുവാണുള്ളത് കേട്ടോ. പ്രജിത്തെ അനു പിണങ്ങി നിൽക്കുകയാണ്. ഏതായാലും പ്രജിത്ത് ഇതിന്റെ മറ്റ് അപ്ഡേറ്റ്സിനായിട്ട് പിന്നാലെ എത്താം. കാര്യം ധാരാളം ദേശീയ രാജ്യാന്തര വാർത്തകൾ ഉണ്ട്. അതിനുശേഷം 7:30 പൂർണ്ണമായും മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണയ്ക്കായി നീക്കിവെക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് അടുത്ത വാർത്തയിലേക്ക്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തുടക്കം മുതൽ തന്നെ എടുക്കേണ്ടുന്ന ഒരു വാർത്ത തന്നെയാണ്. ഗൗതം അനന്തനാരായണനാണ് നമ്മളോടൊപ്പം ഈ വാർത്ത നൽകാനായി ചേരുന്നത്. ആഭ്യന്തര കലാപത്തിന് പിന്നാലെ താലിബാൻ മോഡൽ ബംഗ്ലാദേശിലും എന്ന വാർത്ത. ഗൗതം, ഗുഡ് മോർണിംഗ്. ഈ ബുർക്ക ധരിക്കാത്ത അധ്യാപകരെ ലക്ഷ്യമിട്ട് ഇസ്ലാമിസ്റ്റുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത, ഇത് ബംഗ്ലാദേശിൽ നിന്നുകൂടി വരുമ്പോൾ ആശങ്ക കൂടുകയാണ്. മുഖം മറയ്ക്കാതെ എത്തുന്ന അധ്യാപകരെ പിരിച്ചുവിടുമെന്നുള്ളൊരു ഭീഷണി മതമൗലികവാദികളുടെ രംഗത്ത് നിന്ന് പിന്നെയുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നടന്ന കലാപം, അക്രമം എന്തിനു വേണ്ടിയായിരുന്നു, ആരായിരുന്നു ഇതിന് പിന്നിലെന്ന് മറനീക്കി ഇപ്പോൾ പുറത്തു വരുന്ന കാഴ്ചയും കൂടിയല്ലേ ഗൗതം കാണുന്നത്. കാരണം വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം അതൊരു ആഭ്യന്തര രാഷ്ട്രീയ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ അധികാരം മാറി, അതല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരുന്നവൾ മാറി കഴിഞ്ഞപ്പോൾ മറനീക്കി പുറത്തു വരുന്നത് താലിബാനിസം തന്നെയല്ലേ ഗൗതം? നമസ്തേ. ഗൗതമിനെ കണ്ടിരുന്നു, പക്ഷെ സാങ്കേതിക ഗൗതമിന്റെ ഫ്രെയിം ഒന്ന് മാറി തോന്നുന്നു. ഏതായാലും ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ വരുന്നത് അലോസരപ്പെടുത്തുന്ന വാർത്തകളാണ്. നാം കണ്ടു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന ഭാരതത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഓമന പേരിട്ട് വിളിച്ച കലാപം, അത് ഒടുവിൽ എത്തിച്ചേർന്നത് ഹിന്ദുക്കൾക്കെതിരായ, ഭാരതീയർക്കെതിരായ കലാപത്തിലേക്ക്, തീവ്രവാദത്തിലേക്കാണ്. ഭരണമാറ്റത്തിനൊടുവിൽ ഇപ്പോൾ ഇതാ അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്ത, ബുർഖ ധരിക്കാതെ കോളേജുകളിലും സ്കൂളുകളിലും എത്തുന്ന അധ്യാപകരെ പിരിച്ചുവിടും എന്നുള്ള ഭീഷണിയാണ്. താലിബാൻ അധികാരം ഏറ്റെടുത്തോ ഗൗതം ബംഗ്ലാദേശിൽ? പ്രദീപ് പിള്ള, അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഇപ്പോൾ താലിബാനിൽ നമ്മൾ 2021 മുതൽ കണ്ടുവരുന്ന സംഭവ വികാസങ്ങളാണ് മറ്റൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ബംഗ്ലാദേശിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ വരെ അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ. അങ്ങനെ അവാമി ലീഗിന്റെ ഭരണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇസ്ലാമിസ്റ്റുകളും എല്ലാം ചേർന്നുകൊണ്ട് അവിടെ വലിയ ആഭ്യന്തര കലാപം നടന്നു. ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ കലാപം നടന്നു. ആ കലാപത്തെ തുടർന്ന് അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് തുടരാൻ കഴിയാതെ അവർക്ക് അഭയാർത്ഥിയായി ഭാരതത്തിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടായി. എന്തായാലും അതിനുശേഷം ഇപ്പോൾ മറ്റൊരു താലിബാനായി ബംഗ്ലാദേശ് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും പുതിയതായി ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ഒരു വാർത്ത, അവിടുത്തെ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് കോളേജുകളിലും അതോടൊപ്പം തന്നെ സ്കൂളുകളിലും മുഖം മൂടാതെ, അതായത് പൂർണ്ണമായ ബുർക്ക ധരിക്കാതെ വരുന്ന അധ്യാപകർക്കെതിരെ, വനിതാ അധ്യാപകർക്കെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാക്ക സർവകലാശാല, അവിടുത്തെ ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ ഒന്നാണ് ധാക്ക സർവകലാശാല. അവിടെ ഉൾപ്പെടെ ഈ ബുർക്ക ധരിക്കാത്ത അധ്യാപകർക്കെതിരെ തീവ്ര ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കലാപം നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ബുർക്ക ധരിക്കാത്ത, മുഖം മൂടാതെ അധ്യാപകരായി എത്തുന്ന വനിതാ അധ്യാപകരുടെ ലിസ്റ്റുകൾ എടുത്തു വച്ചതിന് ശേഷം ധാക്ക സർവകലാശാലയിൽ മാത്രം 100 അധ്യാപകരുടെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ആന്റി ഹിജാബ് അധ്യാപകർ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇവർ മുഖം മൂടാതെ സാധാരണയായി സ്ത്രീകൾ എത്തുന്നത് പോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയുള്ള അധ്യാപകരെ ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് താലിബാൻ മോഡലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം
2021 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൽ ഭരണം പിടിക്കുന്ന ഘട്ടത്തിൽ താലിബാനും ഇത് തന്നെയാണ് ചെയ്തത്. നേരത്തെ 1996 മുതൽ 2000 വരെയുള്ള കാലയളവിൽ താലിബാൻ ഭരണം അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ വന്നപ്പോഴും അവിടെ സ്ത്രീകൾ മുഖം മൂടാതെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ താലിബാൻ ഭരണകാലത്ത് നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ കാണുന്നതാണ്. മാത്രമല്ല കാബൂളിലും സമാനമായ രീതിയിൽ അഫ്ഗാനിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നടക്കുന്നതും അതോടൊപ്പം തന്നെ പാർക്കുകളിൽ പെൺകുട്ടികൾ പോകുന്നതും കലാകാരന്മാർക്ക് വിലക്കേർപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ താലിബാനിൽ കണ്ടതാണ്. ഇപ്പോൾ ഓരോന്നായി അത് ബംഗ്ലാദേശിലും എത്തുന്നു എന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പോൾ ധാക്കയിൽ നിന്നും വരുന്ന വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രദീപ് പിള്ള. ശരി, ഗൗതമിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട്. കാരണം ഈ ഒരു വാർത്ത വളരെ ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകാം. ഇടവേള കഴിഞ്ഞ് 2 സുപ്രധാന വാർത്തകളുണ്ട്. ഒന്ന് ബലൂചിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഗൗതം തുടരും. ഒപ്പം തന്നെ RSSന്റെ സർസംഘ ചാലകിന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തയും വരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കും വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാന വാർത്തകൾ തുടരുകയാണ്. കാരണം നമ്മൾ ബംഗ്ലാദേശ് കണ്ടു കഴിഞ്ഞു, ഇനി നേരെ ബലൂചിസ്ഥാനിലേക്കാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ തുടരുന്ന പാക് വിരുദ്ധ കലാപത്തെക്കുറിച്ചുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. എന്തായാലും അവിടെ നിന്ന് മോചനമില്ല പ്രവിശ്യയ്ക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 36 മണിക്കൂറിൽ 130 പഞ്ചാബികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. പാകിസ്ഥാന്റെ അധിനിവേശം അവസാനിക്കുന്നവരെ പോരാട്ടം തുടരുമെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി പറഞ്ഞിട്ടുമുണ്ട്. ഗൗതം തുടരുകയാണ്. ഗൗതം, ഇതിനൊരു പശ്ചാത്തലവും പിന്നാമ്പുറവും ഒക്കെയുണ്ട്. എന്തുകൊണ്ട് പഞ്ചാബികൾ ആക്രമണം നേരിടുന്നു എന്നുള്ളത്. ആദ്യം ഇതിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതിനുശേഷം എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. ഗൗതം. പ്രദീപ് പിള്ള, ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷത്തിനകത്ത് അയവ് വരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അവിടെ പാകിസ്ഥാന്റെ പട്ടാള ക്യാമ്പ് ആക്രമിക്കുകയും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഒരു സൈനിക ക്യാമ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമായ മറ്റു വാർത്തകൾ വരുന്നത് ബലൂചിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷത്തിൽ ഇപ്പോൾ ഈ പഞ്ചാബ് പ്രവിശ്യയിലെ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും അവിടേക്ക് ടൂറിസത്തിനായോ അതല്ലെങ്കിൽ മറ്റ് തൊഴിലിനായൊക്കെ വന്നിട്ടുള്ള 130-ലധികം ആളുകളെ കഴിഞ്ഞ 36 മണിക്കൂറിനിടയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആഭ്യന്തര സംഘർഷത്തിന് അയവ് വരുന്നില്ല. കഴിഞ്ഞ ദിവസം പാക് പട്ടാളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 102 പാകിസ്ഥാന്റെ സൈനികർ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പട്ടാള ക്യാമ്പ് പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. വ്യാപകമായ അക്രമം ബലൂചിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്ക് അറിയാം, മുൻപും ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്ന നിലയിലും പ്രത്യേകിച്ച് ചൈന ഉൾപ്പെടെ നടത്തുന്ന ഇടപെടലുമൊക്കെ ഇപ്പോഴത്തെ സംഘർഷത്തിന് വഴിവെക്കുന്നുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നത് ഇതൊരു അന്തിമ പോരാട്ടമാണ് എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനയാണ് നൽകുന്നത്. അതായത് പാകിസ്ഥാന്റെ അധിനിവേശം പൂർണ്ണമായി തന്നെ ബലൂചിസ്ഥാനിൽ നിന്നും ഒഴിവാകുന്ന ഘട്ടത്തിൽ മാത്രമേ തങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്നിലേക്ക് പോകൂ എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 26 എന്ന് പറയുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെയും അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാന്റെ വിമോചന നേതാവായ അക്ബർ ഉദ്ദീന്റെ ഒരു രക്തസാക്ഷി ദിനം കൂടിയായിരുന്നു. അതിനാൽ ആ രക്തസാക്ഷി ദിനത്തിലാണ് 2006 ഇദ്ദേഹത്തെ പാകിസ്ഥാൻ പട്ടാളം കൊലപ്പെടുത്തുന്നത്. ആ രക്തസാക്ഷി ദിനത്തിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ വലിയ ആഭ്യന്തര കലാപമായി ബലൂചിസ്ഥാനിൽ മാറിയിരിക്കുന്നത്. ശരി ഗൗതം, ഇതിനൊരു പശ്ചാത്തലമില്ലേ? അതാണ് ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചത്. അതായത് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഏറ്റെടുക്കുമ്പോൾ, ബലമായി ഏറ്റെടുക്കുമ്പോൾ അതൊരു നാട്ടുരാജ്യമോ സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പദവിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഭാരതത്തിൽ നിന്ന് വിഭജിക്കപ്പെട്ടതിന് ശേഷം, ഈ അഖണ്ഡ ഭാരതത്തിൽ നിന്ന് വിഭജിക്കപ്പെട്ട ശേഷം അതാണ് അതിൻ്റെ കുറേ ഭാഗങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ, കുറേ ഇറാനിൽ, കുറേ പാകിസ്ഥാനിലും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു മേഖലയ്ക്കൊരു സ്വത്വം ഉണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു സംസ്കാരമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭരണമാണ്. ഒന്ന്. രണ്ട്, പക്ഷെ അന്ന് അവർക്ക് ഇനി ഓർക്കേണ്ടത് അവിടെ ഒരു സ്വർണ്ണ ഖനിയാണ്, ധാതു നിക്ഷേപങ്ങളുടെ, പ്രകൃതി വിഭവങ്ങളുടെ. അത് കൃത്യമായി അവിടെ നിന്ന് എടുക്കുകയും പക്ഷേ അതിൻ്റെ യാതൊരു ഗുണവും ആ നാട്ടുകാർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം.
അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വികസനമാണ്. അവിടെയുള്ളവരുടെ ജീവിത നിലവാരം വർദ്ധിക്കും എന്നുള്ളതാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ ലഭിക്കുമെന്നാണ്. ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് എന്ന പോലെ ഇറക്കുമതി ചെയ്യുകയാണ് അവിടേക്ക് ഈ ജോലി ചെയ്യാനുള്ള ആൾക്കാരെ പോലും. ഇതല്ലേ ഒരു പ്രധാന കാരണം അവർ അസ്വസ്ഥരാകാനും ഇങ്ങനെ ഒരു ആക്രമണത്തിന്, ഒരു കലാപത്തിന്, ഒരു വിമോചന സമരത്തിന് തുനിയാനും? പ്രദീപുള്ള അത് തന്നെയാണ്. അതായത് നമുക്കറിയാം ഈ ബലൂചിസ്ഥാന്റെ ചരിത്രം 948 മെയ് മാസം 27-ാം തീയതി വരെ ഒരു സ്വതന്ത്ര പരമാധികാര സ്വഭാവമുള്ള രാജ്യമായിരുന്നു, പ്രത്യേക രാഷ്ട്രമായിരുന്നു ബലൂചിസ്ഥാൻ എന്നുള്ളത്. സ്റ്റേറ്റ് ഓഫ് കലാത്ത് എന്നാണ് ഈ രാജ്യം അറിയപ്പെട്ടിരുന്നത്. ഒരു വലിയ ചതിയിലൂടെ 948 മെയ് മാസം 27-ാം തീയതി ഈ രാജ്യത്തെ പാകിസ്ഥാൻ അധിനിവേശത്തിലൂടെ, അതായത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം പാകിസ്ഥാൻ എന്ന് പറയുന്ന തങ്ങളെ പിടിച്ചെടുത്ത, അതല്ലെങ്കിൽ തങ്ങളുടെ സ്വത്വത്തിന് മേൽ മറ്റൊരു അവകാശവാദം ഉന്നയിക്കുന്ന ആ രാജ്യവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നും തങ്ങൾക്ക് സ്വന്തം പൈതൃകവും സ്വന്തം സ്വത്വവും ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയണം എന്ന അവകാശപ്പെട്ടുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ സ്വതന്ത്ര സമര അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം അല്ലെങ്കിൽ വിമോചന പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലത്തെ വിമോചന സമരത്തിന്റെ ചരിത്രം പേറുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നോ ഇന്നലെയോ ആരംഭിക്കുന്നതല്ല, മറിച്ച് 948 മെയ് മാസം 27-ാം തീയതി പാകിസ്ഥാൻ പട്ടാളം ആയുധം ഉപയോഗിച്ചുകൊണ്ട്, ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഓഫ് കലാത്തിനെ അവരുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ബലൂചിസ്ഥാനുമേൽ വലിയ തോതിലുള്ള സ്വാധീനം പാകിസ്ഥാൻ പട്ടാളം രൂപപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ബലൂജ് ലിബറേഷൻ ആർമി പോലെയുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയും പിന്നീട് അവർ ചാവേറുകളായി മാറുകയും പാകിസ്ഥാന്റെ അധിനിവേശം എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് അന്ന് വരെ ഈ ഐതിഹാസികമായ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഭാരതത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ബലൂചിസ്ഥാനിൽ പല പ്രതിഷേധങ്ങളും പാകിസ്ഥാനെതിരെ നടന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും ബലൂചിസ്ഥാനിലേക്ക് എത്തുന്നവർക്കെതിരെ എന്തുകൊണ്ട് കൂടുതൽ അക്രമം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ബ്യൂറോക്രസിയെയും നിയന്ത്രിക്കുന്നത് ഈ പഞ്ചാബ് പ്രവിശ്യയാണ്. പഞ്ചാബിൽ നിന്നാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവിടുത്തെ പ്രധാനമന്ത്രിമാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ, അവിടുത്തെ പ്രസിഡന്റുമാരുടെ പട്ടിക നോക്കിയാൽ, അവിടുത്തെ പട്ടാള മേധാവിമാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ, ഇതിലെല്ലാം ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള മുസ്ലിം വിഭാഗമാണ്. മാത്രമല്ല, ഉദാഹരണത്തിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചാബ് സ്റ്റേറ്റിൽ നിന്നുള്ള കളിക്കാരാണ്. അങ്ങനെ പാകിസ്ഥാന്റെ രാഷ്ട്രീയം, പാകിസ്ഥാന്റെ ബ്യൂറോക്രസി, അവിടുത്തെ റിസോഴ്സസുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ഒരു പവർ ഗ്രൂപ്പാണ്. സ്വാഭാവികമായും പാകിസ്ഥാന്റെ അധിനിവേശത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സ്വത്വത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്ന പാകിസ്ഥാനെതിരെ പോരാടുന്ന ബലൂചിസ്ഥാനിലെ പോരാളികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വെറുപ്പുണ്ടാകുന്നത് ഈ പാകിസ്ഥാന്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന, പാകിസ്ഥാന്റെ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്ന ഈ പഞ്ചാബ് പ്രവിശ്യയോട് തന്നെയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഈ ആഭ്യന്തര കലാപത്തിനകത്തും ഏറ്റവും കൂടുതൽ പഞ്ചാബികൾ ലക്ഷ്യമിടാൻ, പഞ്ചാബികളെ ടാർഗറ്റ് ചെയ്യുവാൻ ഈ ബലൂജ് ലിബറേഷൻ ആർമി പോലെയുള്ള സംഘടനകളെ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപത്തിലും ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത് ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും ഇവിടേക്ക് ടൂറിസത്തിനായി വരുന്നവരോ അല്ലെങ്കിൽ തൊഴിലിനായി വരുന്നവരോ ഒക്കെ. അതിപ്പോൾ നടക്കുന്ന ഈ കലാപത്തിൽ മാത്രമല്ല, ഏതാണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു 9 ഈ പഞ്ചാബി ടൂറിസ്റ്റുകളെ ഈ ബലൂചിസ്ഥാനിൽ കൊല ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ 6ഓളം വരുന്ന ബലൂചിസ്ഥാനിൽ നിന്നുള്ള തൊഴിലാളികളെ, പഞ്ചാബിൽ നിന്നുള്ള തൊഴിലാളികളെ ബലൂചിസ്ഥാനിൽ കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുടർച്ചയായി നടക്കുന്ന സംഭവമാണ്. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് പാക് രാഷ്ട്രീയത്തിലും അവിടുത്തെ മറ്റ് സിസ്റ്റത്തിലുമെല്ലാം പഞ്ചാബിലെ നേതാക്കൾ നടത്തുന്ന ഇടപെടൽ, അവരുടെ സ്വാധീനം, മറ്റു പ്രവിശ്യകളോടുള്ള അവഗണന, പ്രത്യേകിച്ച് ബലൂജ് മേഖലയോടുള്ള അവഗണന, ബലൂചിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഖനികൾ, കൽക്കരി ഖനികൾ, സ്വർണം, ഇതെല്ലാം തന്നെ പഞ്ചാബിൽ നിന്നുള്ള നേതാക്കൾ എടുത്തുകൊണ്ടു പോകുന്നു, തങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന വികാരം, ഇതെല്ലാമാണ് ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര കലാപത്തിലും ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി കൊല ചെയ്യപ്പെടുവാനുള്ള കാരണം. തീർച്ചയായും നേരത്തെ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ബലൂചിസ്ഥാൻ, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ, ഇറാനൊക്കെ പരാമർശിച്ചല്ലോ. ബ്രാഹുയി എന്നുള്ള ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് മുമ്പ് നമ്മൾ പലതവണ കേട്ടിട്ടും പരാമർശിച്ചിട്ടുള്ളതാണ്. മലയാളത്തിനോട് ഏറെ സാദൃശ്യമുള്ള, അല്ലെങ്കിൽ മലയാളം പോലുള്ള തമിഴ്, മലയാളം, അതോടൊപ്പം തന്നെ തെലുങ്ക്, കന്നഡയിലൊക്കെ സാദൃശ്യമുള്ള ഒരു ഭാഷ. അപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിശാലമായ
അതിൽ ഈ മലയാളത്തിലെ പാൽ, വാ, പോ എന്നുള്ള ഒക്കെ ബ്രാഹ്മി ഭാഷയിലുണ്ട്. ഇപ്പോഴും അവിടെ ഈ ബ്രാഹ്മി ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നത് കൂടി ഓർക്കുക. എന്തായാലും പല പ്രേക്ഷകരും ഒട്ടേറെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ചുള്ളതാണ് ഏറ്റവും അധികം പറയുന്നത്. യഥാർത്ഥ നവോത്ഥാന നായകൻ എന്ന് കുറുപ്പ് സാർ അടക്കമുള്ളവർ അനുസ്മരിക്കുന്നു. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ പ്രകാശൻ വേൽക്കുട്ടി പറയുന്നുണ്ട്, അതായത് ഒമാൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും ഈ പറയുന്ന ഗ്വാദർ തുറമുഖം ഇപ്പോൾ ചൈനീസ് കമ്പനി നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഗ്വാദർ തുറമുഖം എന്തായാലും ഒമാൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് നൽകുന്ന ASL സുരക്ഷ ഇനി മോഹൻ ഭാഗവതിനും നൽകും എന്നതാണ് വാർത്ത. Z+ സുരക്ഷയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് ASL സുരക്ഷയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഗൗതമിനോട് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ചോദിക്കാം. എന്താണ് പശ്ചാത്തലം? അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ്, അതായത് മുൻകൂട്ടി നടത്തുന്ന ഡ്രില്ലുകൾ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കുകൾ എവിടേക്കൊക്കെ പോകുന്നു അവിടെയൊക്കെ പോയിട്ട് അട്ടിമറി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഉള്ള മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിക്കുക, പരിശോധന നടത്തുക. അതിന് പുറമെ തന്നെ ഈ പർട്ടിക്കുലർ വെന്യൂ, അതല്ലെങ്കിൽ സന്ദർശിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ നിയന്ത്രണം 3 ദിവസം മുമ്പ് തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഏറ്റെടുക്കുക തുടങ്ങിയവയൊക്കെയാണ് ASL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ ഗൗതം, എന്താണ് പശ്ചാത്തലം? ASL സെക്യൂരിറ്റിയുടെ വിശദാംശങ്ങൾ. പ്രദീപ് പിള്ള, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ASL സുരക്ഷ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ളത്. ആ ഒരു പട്ടികയിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും എത്തുന്നത്. അദ്ദേഹത്തിന്റെ സുരക്ഷ Z+ൽ നിന്നും ASLലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെയധികം ഈ ഇസ്ലാമിക ഭീകര ശക്തികളുടെയും മറ്റും ഈ ലക്ഷ്യത്തിൽ മോഹൻ ഭാഗവത് ഉണ്ട് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. നമുക്കറിയാം, നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന എന്ന നിലയിലേക്ക് RSS വളരുന്നു. സംഘത്തിന്റെ ശതാബ്ദി വർഷം വരുന്നു. അങ്ങനെ സംഘടന വലിയ തോതിൽ വളരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഭീകര സംഘടനകൾ RSSന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ലക്ഷ്യമിടുന്നു എന്നത് സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സുരക്ഷ അഡ്വാൻസ് സെക്യൂരിറ്റി ലേസർ സുരക്ഷയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്, ഈ ASL സുരക്ഷയുള്ള നേതാക്കന്മാർ ഏതെങ്കിലുമൊക്കെ സ്ഥലം സന്ദർശിക്കുന്ന ഘട്ടത്തിൽ അവിടെ 1-2 ദിവസങ്ങൾക്ക് മുൻപ് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലൊരു പ്രത്യേക യോഗം ചേരും. ആ യോഗത്തിനകത്ത് അവിടുത്തെ പോലീസ് മേധാവിമാർ, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിമാരുണ്ടാകണം, IBയുടെ ഉദ്യോഗസ്ഥർ ഉണ്ടാകും, അതോടൊപ്പം തന്നെ മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, സ്റ്റേറ്റിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇവരെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക യോഗം ഈ ASL സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തികൾ എത്തുന്ന സ്ഥലത്ത് 1-2 ദിവസങ്ങൾക്ക് മുൻപ് ചേരും. അതിനുശേഷം ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവരെത്തുന്ന വേദിയിൽ ഉൾപ്പെടെ നൽകണമെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ തീരുമാനം ആ ഒരു യോഗത്തിനകത്തുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത്, അതായത് ഈ ASL സുരക്ഷയുള്ള നേതാക്കൾ എത്തുന്ന പ്രദേശത്ത് പ്രത്യേക തരത്തിലുള്ള സുരക്ഷ നൽകുന്നു എന്നതാണ് ഈ ASLന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത്. മാത്രമല്ല, ഇവർ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രകൾക്കകത്തും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ASL സുരക്ഷയുള്ള നേതാക്കന്മാർക്ക് എല്ലാ ഹെലികോപ്റ്ററുകളിലും സഞ്ചരിക്കാൻ സാധിക്കത്തില്ല. മറിച്ച് അഡ്വാൻസ് ടെക്നോളജിയുള്ള പ്രത്യേക ഹെലികോപ്റ്ററുകളിൽ മാത്രമേ ASL സുരക്ഷയുള്ളവരെ പറക്കാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ RSS തലവൻ, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇസ്ലാമിക ഭീകര ശക്തികളും മറ്റും അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾക്ക് മാത്രം നൽകിയിട്ടുള്ള ASL സുരക്ഷ ഇപ്പോൾ RSSന്റെ സർസംഘചാലകനും നൽകുന്നത്. ഗൗതം, അപ്പോൾ ദേശീയ രാജ്യാന്തര വാർത്തകളുടെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ജയന്തി ആഘോഷത്തിലേക്ക് കടക്കാം. നമുക്ക് സംസ്ഥാനത്തിന് ഇന്ന് പൊതു അവധി ദിനമാണ്. മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനം. കേരളത്തിലുണ്ടായിരുന്ന ജാതി ഭ്രാന്തിനും അസമത്വങ്ങൾക്കും എതിരെ പടപൊരുതിയ മഹാത്മാ അയ്യങ്കാളിയുടെ 161 ജന്മദിനം.
എന്തായാലും അയ്യങ്കാളിയുടെ ആഹ്വാനങ്ങളും സമരഗാഥകളും നവോത്ഥാന കേരളം എക്കാലവും സ്മരിക്കുകയാണ്. ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലത്ത് കേരളത്തിൽ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച നവോത്ഥാന നായകരിൽ ഒരാളായിരുന്നു അയ്യൻകാളി. മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി ധീരതയോടെയുള്ള നവോത്ഥാന പോരാട്ടമായിരുന്നു അയ്യങ്കാളിയുടേത്. 1863 ഓഗസ്റ്റ് 28 ചിങ്ങമാസത്തിലെ അവിട്ടം ദിനത്തിൽ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലെ പ്ലാവറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായിട്ടാണ് ജനനം. കാളി എന്നായിരുന്നു ആദ്യ പേര്. അക്കാലത്ത് കൊടിയ ജാതി അവഗണന നേരിട്ടിരുന്ന പുലയപറയ സമൂഹത്തെ മനുഷ്യർക്ക് അദ്ദേഹം അയ്യൻകാളിയായി. ഐത്താചാരം മൂലം പുലയപറയ സമുദായക്കാർക്ക് റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും അവകാശമുണ്ടായിരുന്നില്ല. എതിർപ്പുകൾ അവഗണിച്ച് 30-ാം വയസ്സിൽ അദ്ദേഹം ജാതീയതയുടെ കിരാത നിയമങ്ങൾക്കെതിരെ പോരിനിറങ്ങി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്കു സമരം നയിച്ചത് അയ്യൻകാളിയായിരുന്നു. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു സമരം. 1870 ജൂലൈ 9 സവർണർക്കു മാത്രം സഞ്ചരിക്കാവുന്ന രാജപാതയിൽ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തായിരുന്നു അയ്യൻകാളിയുടെ ചരിത്ര പോരാട്ടം. അദ്ദേഹം നടത്തിയ ആ പ്രതിഷേധം വില്ലുവണ്ടി സമരമെന്ന് അറിയപ്പെട്ടു. കല്ലുമാല സമരവും പെരിനാട് സമരവുമെല്ലാം അയ്യൻകാളി നടത്തിയിട്ടുള്ള ചരിത്ര സമരങ്ങളായിരുന്നു. അക്കാലത്ത് മാടമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകളും ഉണ്ടായി. അവസാന നാളുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം കർമ്മനിരതനായിരുന്നു. 1941 ജൂൺ 18 ബുധനാഴ്ചയാണ് അദ്ദേഹം അന്തരിച്ചത്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും അധസ്ഥിതരുടെ ഉന്നമനത്തിനും കേരള സമൂഹത്തിന്റെ നവോത്ഥാനത്തിനും നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. നവോത്ഥാന കേരളത്തിലും മഹാത്മാ അയ്യൻകാളിയുടെ ഓർമ്മകളും ആഹ്വാനങ്ങളും ഇന്നും കുടികൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ജനം. ജന്മനാടായ വെങ്ങാനൂരിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? തീർച്ചയായും വെങ്ങാനൂരിൽ നവോത്ഥാന നിന്ന് ചരിത്രത്തിന്റെ സ്മരണയിൽ തന്നെയാണ് വെങ്ങാനൂരും ഉള്ളത്. വിവിധ രാഷ്ട്രീയ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ദിനാചരണ പരിപാടികളാണ് വെങ്ങാനൂരിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു വെങ്ങാനൂരിൽ നിന്ന്. പ്രജിത്ത്, ജന്മനാട് ഒരുങ്ങിക്കഴിഞ്ഞോ മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിക്കാൻ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പരിപാടികൾ? ആ സ്മരണയിൽ അവിടെ നിൽക്കുമ്പോൾ വെറും വാചകമടിയിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ വിപ്ലവം എന്തെന്ന് മലയാള നാടിന് കാണിച്ചു തന്ന വീരപുരുഷന്റെ ജന്മനാട്ടിൽ നിന്ന് പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, നമസ്തേ. ഇവർക്ക് നമസ്തേ. ഇവിടെ നിൽക്കുമ്പോൾ ആദ്യം തോന്നുന്നൊരു കാര്യമുണ്ട് പ്രദീപ്. ഈ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഏടുകൾ എടുക്കുമ്പോൾ എവിടെ നിന്നാണ് കേരളത്തിൻ്റെയൊക്കെ നവോത്ഥാനത്തിൻ്റെ തുടക്കമെന്നുള്ള ചോദ്യവും ചർച്ചകളും എക്കാലത്തുമുണ്ട്. അതിൽ പലരും അതിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാറുമുണ്ട്. ഈ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ പറഞ്ഞതാരാണ് എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാണ്. അങ്ങനെ ആ സന്ദേശങ്ങളൊക്കെ ഒരുപക്ഷെ ഈ മലയാള നാടിന് ആദ്യം പകർന്നു നൽകിയ, അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനെ തിരിച്ചടിച്ചാണെങ്കിലും ശരി ചോദ്യം ചെയ്ത് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ പാഠങ്ങളൊക്കെ ഈ നാടിനെ പഠിപ്പിച്ച ആ മഹാമനുഷ്യൻ്റെ ഓർമ്മകളിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടുള്ളത്. ഇവിടെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് പുഷ്പാർച്ചനയടക്കമുള്ള ചടങ്ങുകളാണ്. എന്തായാലും ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഘടനയുടെ പ്രതിനിധി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ തരത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് ആഘോഷ പരിപാടി ഏറ്റവും പ്രധാനമായും മഹാത്മാവിൻ്റെ ജന്മദിനം എന്ന നിലത്തിൽ രാവിലെ തന്നെ 9 മണിക്ക് പുഷ്പാർച്ചന, അതോട് ബന്ധപ്പെട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കെത്തും. നമ്മുടെ ഭക്ഷണ വിതരണം, മധുര പലഹാര വിതരണം, ഇതൊക്കെയാണ് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യുന്നത്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ആഘോഷം നടത്തുന്നത്. പ്രത്യേകിച്ചും വെങ്ങാനൂരിലേക്ക് എത്തുന്ന ഒരുപാട് സമുദായങ്ങൾ വെങ്ങാനൂരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വെങ്ങാനൂർ കേരളത്തിൻ്റെ വിമോചന കേന്ദ്രമായ ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് വളരെ ആദരവോടെ തന്നെ അതിൻ്റെ സംഘാടകർ എന്ന നിലത്ത് ഞങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതാവാണ്. ഈ വെങ്ങാനൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളുടെയൊക്കെ ഒരു പ്രഭവ കേന്ദ്രം. അദ്ദേഹം നെഞ്ചുവിരിച്ച് നിന്ന നാളാണിത്. അപ്പോൾ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയിലേക്ക് കൃത്യമായ സന്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, നവോത്ഥാനത്തിൻ്റെ ഒരു കൃത്യമായ പഠിപ്പിക്കൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ മേധാവിത്വത്തിൻ്റെ മതം തകർത്ത സാമൂഹിക കലാപങ്ങളുടെ സാമ്രാട്ടായ മഹാത്മാവ് ഇന്ന് കേരളത്തിൻ്റെ ഒരു പുതിയ ഊർജ്ജമായി, പ്രത്യേകിച്ചും നവകേരള സൃഷ്ടിയുടെ പ്രഥമ ശില്പിയായ മഹാത്മാവിനെ ഇന്ന് കേരളം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളെക്കാളൊക്കെ ഉപരിയായി എല്ലാ സാമൂഹിക പരിവർത്തന പ്രസ്ഥാനങ്ങളും അയ്യങ്കാളിയെ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ജന്മാവകാശം എന്ന
വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഏറ്റവും അടിത്തട്ടിലെ ആദിവാസികൾ, ദളിത് കുട്ടികൾ ഇന്ന് രംഗത്തേക്ക് വരുന്നു. അവരുടെ ഈ ഗ്രാൻഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രക്ഷോഭകരായി അവർ മാറുന്നു. അതുകൊണ്ട് തന്നെ മഹാത്മാവിൻ്റെ വഴികൾ ഇന്ന് വളരെ ശക്തമായി വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നും മഹാത്മാവിനെ തടഞ്ഞ, അന്നത്തെ വിദ്യാഭ്യാസത്തെ തടഞ്ഞ പോലെയുള്ള തടച്ചിലുകൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്ന് മഹാത്മാവിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനുള്ള വലിയ സംഘശേഷി അടിസ്ഥാന മേഖലകളിൽ, പ്രത്യേകിച്ചും ആദിവാസി ദളിത് കുട്ടികളിൽ, മറ്റെല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാർശ്വവൽക്കൃതരായ മനുഷ്യർക്ക് മഹാത്മാവ് ഒരു വഴികാട്ടിയായി മാറുന്നു. അതാണ് ഏറ്റവും സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പുതുതലമുറയ്ക്ക് പ്രചോദനമാണ് മഹായജമാനല്ലേ? തീർച്ചയായിട്ടും സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനുള്ള പ്രചോദനം എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ന് എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ചും ഇന്ന് കേരളം നേരിടുന്ന സാഹചര്യത്തിൽ ഏറ്റവും പാർശ്വവൽക്കൃതരും പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ മഹാത്മാവ് എൻ്റെ വഴികൾ വളരെ ഏറെ പ്രസക്തി ആർജിക്കുന്നു. എല്ലാവരും ഇന്ന് അതിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ഇന്ന് പല സമരങ്ങളിലും മഹാത്മാവിൻ്റെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അത് ഏറ്റവും ശ്ലാഘനീയമാണ്. അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. പ്രതിഭ, ഈ ആഘോഷങ്ങൾ സജീവമായി ഇന്നുണ്ട്. പക്ഷേ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള കലാപരിപാടികളോ എല്ലാ വർഷവും നടക്കുന്ന രീതിയിലുള്ള അത്തരം രീതികളിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷേ പുഷ്പാർച്ചന അടക്കമുള്ള നടപടികളുണ്ട്. അതോടൊപ്പം തന്നെ 16-ാം തീയതി വരെ നീളുന്ന, അടുത്ത സെപ്റ്റംബർ 16 വരെ നീളുന്ന വിവിധ പരിപാടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദർശനങ്ങൾ, ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ എല്ലാ ദിവസവും നടക്കും. പക്ഷേ ആഘോഷങ്ങളിലേക്ക്, വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. എങ്കിലും കേരളത്തെ ഈ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി, സ്വന്തം വിശ്വാസത്തിനും അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിനും പൊതുവഴിയിൽ നടക്കാനുള്ള അവകാശത്തിനും വേണ്ടിയിട്ടുമൊക്കെ സമരം ചെയ്യാനും കലഹിക്കാനും ഒക്കെ പഠിപ്പിച്ച മഹാത്മാവിന്റെ ഓർമ്മകളിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മനാട്. പ്രജിത്ത് പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം, ഈ സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം തുടങ്ങി ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വിളമ്പുകയൊക്കെ ചെയ്തെങ്കിലും എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് സാഹോദര്യം, എന്താണ് സമത്വം, അതെങ്ങനെ വേണം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന മഹാൻ. വളരെയധികം നന്ദി പ്രജിത് മോഹനൻ. രാവിലെ എന്തായാലും മഹാത്മാവിൻ്റെ ജന്മനാട്ടിൽ നിന്ന്, ആ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് തത്സമയം നമ്മളോട് സംസാരിച്ചതിന്. എന്തായാലും ഇനി വെങ്ങാനൂരിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് ഒന്ന് നെയ്യാറ്റിൻകരയിലേക്ക്, ആ വഴിയിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ഉരുട്ടമ്പലത്തേക്കൊക്കെ. കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ പേര് പറയുമ്പോൾ നമ്മൾ പഞ്ചമി എന്നുള്ള പേര് പറയാതെ എങ്ങനെയാണ് പൂർത്തിയാവുക? ഒരിക്കൽ കൂടി പ്രവൃത്തിയാണ്, കരച്ചിലല്ല, സൗജന്യമല്ല ചോദിച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവകാശമുണ്ട് എന്നാണ് വിദ്യാഭ്യാസ അവകാശം നിയമമായെന്ന് ആലോചിക്കൂ. 21-ാം നൂറ്റാണ്ടിൽ അല്ലേ? പഞ്ചമിയുടെ കയ്യും പിടിച്ച് മഹാത്മാ അയ്യങ്കാളി നടന്നു കയറിയ ഊരൂട്ടമ്പലത്തെ UP സ്കൂൾ ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണ കൂടിയാണ്. വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഊരൂട്ടമ്പലത്തിലെ സ്കൂളിൽ നിന്നും പഞ്ചമി ഇരുന്ന ബെഞ്ചും വില്ലുവണ്ടി യാത്രയുടെ സ്മരണകളും ഇന്ന് നിലനിൽക്കുന്നു. എന്തായാലും ഈ കുറച്ചുനാൾ മുമ്പ് പഞ്ചമിയുടെ 5 തലമുറയ്ക്ക് ഇപ്പുറമുള്ള ആതിര എന്നൊരു കൊച്ചുകുട്ടി അവിടേക്ക് പ്രവേശനം നേടിപ്പോയിരുന്നു, ഇതേ സ്കൂളിൽ തന്നെ. അതൊരു വലിയ വാർത്തയായിരുന്നു, വളരെ സുഖമുള്ള ഒരു വാർത്ത. എന്തായാലും അഖിൽ പാലോട്ടുമടമാണ് ഊരൂട്ടമ്പലത്തെ സ്കൂളിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. അഖിൽ, നമസ്തേ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്തു നിന്ന് തന്നെയാണ് അഖിൽ നമുക്കായി ഈ വിവരങ്ങൾ നൽകുന്നതും തത്സമയ ദൃശ്യങ്ങളൊക്കെ നൽകുന്നതും. അനുവിനും പ്രദീപ് സാറിനും ഗുഡ് മോർണിംഗ്. എന്തായാലും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ പേര് പറയുമ്പോൾ ഊരുട്ടമ്പലം എന്ന ദേശത്തെയും പഞ്ചമി എന്ന കുട്ടിയെയും ഓർമ്മിക്കാതെ പറയാതെ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി ഉള്ളത്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരമൊരുക്കിയില്ലെങ്കിൽ ഞങ്ങൾ പാടത്തേക്കില്ല എന്ന വലിയ പ്രഖ്യാപനം നടത്തി കാർഷിക ലഹളയിലൂടെ വിദ്യാഭ്യാസ മോചനത്തിന് വേണ്ടി പടനയിച്ച വലിയ നവോത്ഥാന നായകൻ കൂടിയാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. 1882 ഈ ഊരുട്ടമ്പലത്തെ LP സ്കൂള് അന്ന് പരമേശ്വരപിള്ള എന്ന് പറയുന്ന ഈ നാട്ടിലെ ഒരു ആൾ സ്ഥാപിക്കുന്നത്. അന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് 2 സ്കൂളുകളാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന അയ്യങ്കാളിയും പഞ്ചമിയുടെയും പ്രതിമ നിൽക്കുന്ന ഊരുട്ടമ്പലത്തെ ജംഗ്ഷന്റെ ഇടതുവശത്ത് UP സ്കൂളും വലതുവശത്ത് LP സ്കൂളുമായി അങ്ങനെ ആൺപള്ളിക്കൂടവും പെൺപള്ളിക്കൂടവുമായി 2 വിദ്യാലയങ്ങളാണ് അന്ന് ഊരുട്ടമ്പലത്ത് സ്ഥാപിക്കപ്പെടുന്നത്. അവിടേക്കാണ് പഞ്ചമിയുടെ കയ്യും പിടിച്ച
പരമു ആശാന്റെ മകളായിട്ടുള്ള പഞ്ചമിയുടെ കയ്യും പിടിച്ച മഹാത്മാ അയ്യങ്കാളി വരുന്നത്. കാരണം അവിടുത്തെ കുട്ടികൾക്കും വിദ്യാഭ്യാസം, അതായത് പിന്നോക്ക ജനവിഭാഗത്തിലെ കുട്ടികൾക്കും പഠനാവകാശം വേണമെന്ന ആവശ്യം മുൻനിർത്തി മഹാത്മാ അയ്യങ്കാളി എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് അന്ന് ആ കാലഘട്ടത്തിൽ 82കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥിതികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു കയറി വരുന്നത്. അവിടെ പഞ്ചമിയുടെ കൈയും പിടിച്ചു പഞ്ചമി ക്ലാസ് മുറിയിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി ഓടി, അത് കീഴ്ജാതിയിൽ നിന്നൊരു വിദ്യാർത്ഥി തങ്ങൾക്കൊപ്പം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു എന്ന ഭീതിയോടെ കുട്ടികൾ ഇറങ്ങി ഓടുന്നു. അതിനുശേഷം അന്ന് രാത്രി തന്നെ ആ വിദ്യാലയത്തിന് അഗ്നിക്കിരയാക്കുന്നതൊക്കെ ഒരു ചരിത്രം പോലെ ഇന്നും ഈ നാട്ടുകാരൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴൊക്കെ അവർ അത് ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ 2019 ഈ സ്കൂള് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി 2021 ഡിസംബറിലാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. സ്മാരകമായി അതൊരു സ്മരണ നിലനിർത്തുന്ന തരത്തിലേക്ക് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂളായി പ്രഖ്യാപിക്കുന്നത്. അവിടെ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അതിൽ ഒരു നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇന്ന് അവധി ദിവസമാണ് സ്കൂൾ, അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഇവിടുത്തെ HMOമായി സംസാരിക്കുന്ന സമയത്ത് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ സ്കൂൾ ഓപ്പണിംഗ് ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മളോട് പ്രഥമ അധ്യാപകൻ സൂചിപ്പിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ വാർത്തയെടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു ലീവ് ദിവസമാണ്, അപ്പോൾ അത് സ്കൂൾ തുറന്നു തരുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും അവിടെ ഒരു സ്മാരകം എന്ന നിലക്ക് തന്നെ ഒരു കാളവണ്ടി വില്ലുവണ്ടിയുടെ ഒരു ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിലായി അയ്യങ്കാളിയുടെ പ്രതിമ, പഞ്ചമിയും പിടിച്ചുകൊണ്ടു പോകുന്ന പ്രതിമ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിന് അടുത്തു തന്നെ ഒരു സാംസ്കാരിക നവോത്ഥാന ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരെ ഓർമ്മപ്പെടുത്തുന്ന, നവോത്ഥാനന്മാരുടെ സ്മരണകളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലൊക്കെ തന്നെയുള്ള വലിയ ഒരു ചിത്ര ആർട്ട് ഗാലറി തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്മാരകമായി ഇന്ന് ഊരുട്ടമ്പലത്തെ സ്കൂള് നിലനിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പഞ്ചമിയുടെ പിൻതലമുറക്കാർ ഇവിടേക്ക് വിദ്യാഭ്യാസത്തിലേക്കായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനു പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പോലും പറഞ്ഞത് വലിയ സ്വപ്നങ്ങളാണ്. ഇവിടെ മൂന്ന് തരം ക്ലാസ്സാണ് ഉള്ളത്. 5, 6, 7 അങ്ങനെ 3 തരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ ഓരോ കുട്ടികളോട് സംസാരിക്കുമ്പോഴും അവർ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് നമ്മളോടൊക്കെ സംസാരിച്ചത്. പല ആൾക്കാർക്കും പഠിച്ചു വലിയ രീതിയിലേക്ക് ആകണമെന്നുള്ള വലിയ സ്വപ്നങ്ങൾ ആ കുട്ടികളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അനുഭവിക്കാൻ അറിഞ്ഞ ഒരു സാധ്യതയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മൂല്യച്യുതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒരു സാമൂഹിക നവീകരണമാണ് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാവുക. ആ വിദ്യാഭ്യാസ നവീകരണത്തിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം സമുദായത്തിൽ അല്ലെങ്കിൽ സ്വന്തം പിന്നോക്ക വിഭാഗത്തിലെ ഒരു ജനവിഭാഗത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് അവിടെ വിദ്യാഭ്യാസത്തിലേക്കായി നടന്നു കയറുന്ന ഒരു മഹാത്മാവ് അത് ചരിത്രമായി മാറുന്നു. വീണ്ടും വീണ്ടും പിൻതലമുറക്കാർക്കായി അത് ഉയർന്നു നിൽക്കുന്നു. നമ്മൾ ഇന്നും കാണുന്നുണ്ട് പല സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും അയ്യങ്കാളി ഉയർത്തിപ്പിടിച്ച നവോത്ഥാന മൂല്യം, വിദ്യാഭ്യാസ മൂല്യങ്ങളൊക്കെ തന്നെ അത് എത്രമാത്രമാണ് അതിൻ്റെ പ്രാജ്ഞ്യം അല്ലെങ്കിൽ എത്രമാത്രമാണ് അതിൻ്റെ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഊരുട്ടമ്പലത്ത് പ്രാദേശികമായി ചില സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ആചാരങ്ങൾ ഉണ്ട്. ചില പ്രചരണ അനുസ്മരണ പരിപാടികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനും അപ്പുറത്ത് മറ്റു ചില പരിപാടികൾ കൂടി ഇന്ന് ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് അത് അറിവ് നേടുക അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിനും അപ്പുറത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രായോഗികമായി അത് സാമൂഹ്യ ഘടനയെ ഉയർത്തുന്നതാണ് എന്ന് തെളിയിച്ച വലിയ മഹാത്മാവാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. മനുഷ്യനിൽ അന്തർലീനമായ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് പറയുന്നത് വളരെ ശരിയാണ്. അതായത് പ്രവൃത്തി കൊണ്ടാണ് ഇത് കാണിക്കേണ്ടത്, അല്ലാതെ കേവലം
വാചക കസർത്ത് കൊണ്ടല്ല വിപ്ലവം കൊണ്ടുവരേണ്ടത് പ്രസ്താവനകളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ അല്ല, പ്രവൃത്തി കൊണ്ടാണ് എന്ന് കാണിച്ചു തന്ന മഹാൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണകളിലൂടെ കൊണ്ടുപോകാൻ, പാട്ടുകൊണ്ടൊരു വില്ലുവണ്ടി യാത്ര നടത്താൻ 2 വിശിഷ്ട അതിഥികൾ നമുക്കൊപ്പം ഉണ്ട്. ഒന്ന് SC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജിമോൻ വട്ടേക്കാടുണ്ട്. ഒപ്പം തന്നെ ഗായകൻ, 40 വർഷത്തെ സംഗീത സബരിയയുടെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമേള ഗായകൻ പന്തളം ബാലൻ എന്ന് എഴുതി വെച്ചാൽ മതി, അവിടെ ആള് കൂടും എന്നുള്ളത് 3 തരമാണ്. ഈ 2 പേരുമാണ് നമുക്കൊപ്പം ചേരുക. വഴി നടക്കാനുള്ളത് ആരുടെയും സൗജന്യമല്ല, പഠനം എന്നുള്ളത് ആരുടെയും ഔദാര്യം അല്ല, സമത്വം എന്നുള്ളത് നമ്മുടെ അവകാശമാണ് എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന മഹാത്മാ അയ്യൻകാളിയുടെ ജയന്തി. ഈ ജയന്തിയിൽ 2 വിശിഷ്ട അതിഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒന്ന് SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജിമോൻ വട്ടേക്കാട്, 2 40 വർഷത്തെ സംഗീത സബരിയുമായി പ്രമുഖ ഗായകൻ ശ്രീ പന്തളം ബാലൻ. ഇരുവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ജനം ടിവിയിലേക്കും പുത്തൻ പുലരിയിലേക്കും. ആദ്യം ശ്രീ ഷാജിമോൻ വട്ടേക്കാടിലേക്ക്, എന്താണ് ഇന്നും ശ്രീ അയ്യങ്കാളിയുടെ പ്രസക്തി? മഹാത്മാ അയ്യങ്കാളി അന്ന് പറഞ്ഞതിനൊക്കെ പരിഹാരം നാം കണ്ടു കഴിഞ്ഞോ? നേരെ വിഷയത്തിലേക്ക്. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ മണ്ണ് ഉഴുതുമറിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾക്ക് ഇന്നും വളരെയധികം പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാൻ സാധിക്കും, മഹാത്മാ അയ്യങ്കാളിയുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തോടൊപ്പം എൻ്റെ തലമുറയെ വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ എൻ്റെ സമുദായത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് വലിയൊരു മാറ്റം, ആ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ മഹാത്മാ അയ്യങ്കാളി തൻ്റെ സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് അവർ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചെന്ന് കാണാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞൊരു കാര്യം, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കേരളത്തിലെ കാർഷിക സംസ്കാരം, ആ കാർഷിക സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെയും കാർഷിക മേഖലയുടെയും പ്രസക്തി, ആ പ്രസക്തിയെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. പക്ഷേ ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾക്ക് ഓരോ ദിവസം ചെല്ലും തോറും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാൻ സാധിക്കും, ഒരു കാലഘട്ടത്തിൽ ഉച്ചനീചത്വങ്ങളും അടിമത്തങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കൊടികൊത്തിരുന്നൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്കറിയാൻ സാധിക്കും, പൊതുനിരത്തുകളിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും, നമുക്ക് ആണുങ്ങൾക്ക് മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ സാധിക്കില്ല, മാറുമറയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല സ്ത്രീകൾക്ക്, പൊതുകുളത്തിൽ നിന്നും പൊതുകിണറിൽ നിന്നും വെള്ളമെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആകെ ശിഥിലമായി കിടന്നിരുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന രംഗം, ആ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മഹാത്മാ അയ്യങ്കാളി ഇന്നും കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഹാത്മാ അയ്യങ്കാളിക്ക് കേരളത്തിൻ്റെ സമൂഹം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രകാരന്മാർ, ആ ചരിത്രകാരന്മാർ അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമുക്കറിയാം, 1907 ചരിത്രപ്രസിദ്ധമായ ലോകത്തിലെ ആദ്യത്തെ കാർഷിക വിപ്ലവം, ആ കാർഷിക വിപ്ലവം നടന്നത് 1907 പക്ഷേ ആ കാർഷിക വിപ്ലവം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയി. പക്ഷേ നാം മനസ്സിലാക്കണം, 1914 നടന്ന റഷ്യൻ വിപ്ലവം, ആ വിപ്ലവമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയെന്ന് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും മാനുഷികമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ആശയങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്തേക്ക് വച്ച മഹാത്മാ അയ്യങ്കാളി, ആ മഹാത്മാ അയ്യങ്കാളിക്ക് അർഹമായിട്ടുള്ള പരിഗണന, ആ പരിഗണന കൊടുക്കാനായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമൂഹം തയ്യാറായില്ല, കേരളത്തിൻ്റെ മാറി വന്ന ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു വാക്കുപോലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കൂലിയെഴുത്തുകാരായിട്ടുള്ള ചരിത്രകാരന്മാർ മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രം, ആ ചരിത്രത്തെ തിരസ്കരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്,
മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ആളല്ല. അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതായിരുന്നു. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ പ്രചരിപ്പിക്കേണ്ടതായിരുന്നു. അദ്ദേഹം നടത്തിയ ആ സമരങ്ങൾ പ്രചരിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിനൊന്നും ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാം. കാരണം കേവലം കേരളത്തിൻ്റെ 4 അതിരുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന മഹാത്മാ അയ്യങ്കാളി, ആ മഹാത്മാ അയ്യങ്കാളിയുടെ 150ാമത് ജയന്തി, ആ ജയന്തി ഡൽഹിയിൽ ആഘോഷിച്ചു. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന മഹാത്മാ അയ്യങ്കാളിയെ ഡൽഹിയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് മുൻ ഉപപ്രധാനമന്ത്രി ലാൽകൃഷ്ണ അഡ്വാനി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അന്ന് ലാൽകൃഷ്ണ അഡ്വാനി പറഞ്ഞ ഒരു വാക്ക്, മഹാത്മാ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ഞാൻ ഒരു പിടി പുഷ്പം അർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതം ധന്യമായി എന്നായിരുന്നു ലാൽകൃഷ്ണ അദ്വാനി അന്ന് ഉപയോഗിച്ച വാക്കുകൾ. 152ാമത് ജയന്തി നമുക്കറിയാം. 152ാമത് ജയന്തി ആഘോഷിച്ചത് ഈ കേരളത്തിന് വെളിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ഡൽഹിയിൽ സംഘടിപ്പിച്ചു. അത് ഡൽഹിയുടെ ചരിത്രത്തിൽ, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാത്മാ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആദരിച്ചത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സമൂഹം, കേരളത്തിലെ ഭരണകൂടങ്ങൾ, മാറി മാറി വന്ന ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങളും സമൂഹവും മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങളെ തിരസ്കരിച്ചപ്പോൾ അയ്യങ്കാളിക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, കായൽ സമരം വളരെ ചരിത്രപരമായിട്ടുള്ള, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സമരമാണ് കായൽ സമരം, കൊച്ചിയിലെ കായൽ സമരം. കൊച്ചിയിലെ കായൽ സമരത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിന് അറിയുമായിരുന്നില്ല. ആ കായൽ സമരം നമുക്കറിയാൻ സാധിക്കും, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ കായൽ സമരത്തിൻ്റെ വാർഷികം ആഘോഷിക്കാൻ തയ്യാറായി. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, മഹാത്മാ അയ്യങ്കാളിയുടെ പാത സ്വീകരിക്കാനായിട്ട് കേരളത്തിലെ പട്ടികജാതി സമൂഹം തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ശ്രീ ഷാജിമോൻ വട്ടക്കാട്, അങ്ങയിലേക്ക് തിരിച്ചു വരാം. തൊട്ടടുത്ത് ഇന്നും പാട്ടിലൂടെ പോരാടുന്ന ഒരു പോരാളിയുണ്ട്. ആ വിഷ്വൽ നോക്കാതെ പാട്ട് മാത്രം കേട്ടാൽ യേശുദാസിന്റെ ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ ചെവിയോട് ചേർത്ത് പിടിച്ചാൽ. ഗാനമേള പന്തളം ബാലൻ എന്ന പേര് പ്രശസ്ത ഗായകൻ എന്നതിനോടൊപ്പം തന്നെ പോരാട്ട ഗായകൻ എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെ വിളിച്ചാൽ താങ്കൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ശ്രീ പന്തളം ബാലൻ, സ്വാഗതം ഒരിക്കൽ കൂടി. അങ്ങേക്ക് ഈ ദിവസം പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജയന്തി ദിനത്തിൽ ഈ സുപ്രഭാതത്തിൽ എൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഒരവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ അങ്ങനെ അവസരങ്ങൾ കിട്ടാറില്ല, അപ്പോൾ അതെനിക്കത് പ്രത്യേകതയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുവാനും, ഞാൻ പോരാടി വന്ന ഈ പറഞ്ഞ പോരാളിയാണെന്ന് പറയുന്നത് കറക്റ്റാണത്. അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരൻ തന്നെയാണ് ഇപ്പോഴും. 40 വർഷമായിട്ട് സാധാരണ ഒരു പാട്ടുകാരൻ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഘോഷങ്ങളുണ്ടാകാറുണ്ട്. 40 വർഷത്തിൽ പോലും ഒരു ആഘോഷങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിലൊന്നും ഒരു പരാതിയോ പരിഭവവും ഇല്ലാതെ മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം മഹാത്മാ അയ്യങ്കാളി നേടിത്തന്ന സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയുടെ ഭരണകർത്താവായ അംബേദ്കർ നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നെപ്പോലുള്ള പാട്ടുകാരനും സാധാരണക്കാരനും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഓരോ ജനങ്ങൾക്കും, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഓരോ ജനങ്ങൾക്കും ഇന്ന് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുവാനും വസ്ത്രധാരണത്തിനും വിദ്യാഭ്യാസത്തിനും പാടുവാനും ഉള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണ നിലനിർത്തുന്ന ഈ ദിനത്തിൽ, ഈ സുപ്രഭാതത്തിൽ തീർച്ചയായിട്ടും എനിക്കൊരുപാട് സന്തോഷമാണ്. കാരണം കഴിഞ്ഞ ഈ 40 വർഷത്തിനിടയ്ക്കിൽ കഴിഞ്ഞ വർഷം അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപമായ വെങ്ങാനൂരിൽ നടത്തിയ വലിയൊരു അവാർഡ്, 2 അവാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതിൽ ആദ്യത്തെ അവാർഡ് ഇന്ദ്രൻസിന് കൊടുത്ത്, രണ്ടാമത്തെ അവാർഡ് തീർച്ചയായിട്ടും എൻ്റെ സംഗീത ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ്. വെങ്ങാനൂർ ഹിസ്റ്റോറിക്കൽ ട്രസ്റ്റ് നടത്തിയ കണ്ടെടുത്ത എന്നെ അതിന് അവാർഡ് തിരഞ്ഞെടുത്തു. 25,000 രൂപയും പ്രശസ്തി പത്രവും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിരുന്നു. മന്ത്രി GR അനിലാണ് അന്ന് എനിക്ക് ആ പുരസ്കാരം തന്നത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ
പ്രമുഖരെല്ലാം പങ്കെടുത്ത വലിയൊരു ചടങ്ങായിരുന്നു. അതിനുശേഷം കോഴിക്കോട് ഇതേപോലെ തന്നെ അയ്യങ്കാളിയുടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടി. 25,000 രൂപയും പ്രശസ്തി പത്രവും മൊമെൻറ്റും ഒക്കെ ആയിരുന്നു. തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള പാട്ടുകാരന് ഇതൊരു വലിയ ഊർജ്ജമാണ് തരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടാറുണ്ട്. ഇപ്പോഴും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗമാണ് കല എന്ന് പറഞ്ഞ് കലയും കലാകാരനും ജാതിയില്ല, നിറമില്ല, മതമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദനകൾ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇത് സത്യമാണ്. പക്ഷേ അതിന് എതിരെ നീന്തി പോകാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ്, സംഗീതം ഒരു തപസ് പോലെ ഇത്രയും വർഷം ഞാൻ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല എനിക്കെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ്. കാരണം പണ്ടൊരിക്കൽ ഒരു മഹാനായ ഒരാൾ പറയുക, പന്തളം ബാലൻ ഒരു ഗോഡ് ഫാദർ ഇല്ല, അതിൻ്റേതായ പ്രശ്നങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. സത്യമായിട്ടുള്ള നമ്മൾ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടി അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. മഹാനായ സംഗീത കുലപതി ശ്രീ ദേവരാജൻ മാസ്റ്ററാണ് 1989 സഖാവ് എന്ന സിനിമയിൽ കൂടി പന്തളം ബാലൻ എന്ന ഒരു ഗായകനെ അവതരിപ്പിച്ചതും. അന്ന് അതിനുശേഷം പിന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. പിന്നെ അതൊക്കെ മുരടിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഗാനമേള എന്നൊരു കലാരൂപം ഉള്ളതുകൊണ്ട് കേരളത്തിൻ്റെ സാധാരണക്കാരൻ്റെ ഇടയിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരെ എനിക്ക് നേടിത്തടുവാൻ അത് അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അത് ഇപ്പോഴും ആ സബരി തുടരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ ലോകമെമ്പാടും ഞാൻ സഞ്ചരിച്ചു. 10 വർഷം പ്രവാസിയായിരുന്നു, അമേരിക്കയിലായിരുന്നു. അവിടെയും എൻ്റെ സംഗീതം കൊടുത്തു. ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം കുറേയേറെ സ്റ്റുഡൻസിനെ ഞാൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ സംഗീതത്തെ ഏറെ സ്നേഹിക്കുകയും ഞാനെന്ന കലാകാരനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു ഇടം അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അല്ലാതെ ഒരു പ്രൊമോട്ട് ചെയ്ത ഒരാൾ എന്നെ കൊണ്ടുവന്ന എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മഹാനായ ദേവരാജൻ മാഷും രവീന്ദ്രൻ മാഷും പിന്നെ വേറെ ഏതാനും ചിലർ പേര് മാത്രമാണ് എൻ്റെ സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചതെന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഈ ദിനത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിലുള്ള നന്ദിയും ഈ ചാനലിലൂടെ ഞാൻ രേഖപ്പെടുത്തിയെന്നാണ് ജനം TV-യോട്. ശ്രീ പന്തളം ബാലൻ അങ്ങിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്കൊരു പ്രഖ്യാപനം നടത്തണ്ടേ? ഇന്ന് ഈ വേദി, ഈ 40 വർഷം തികച്ച അതുല്യ ഗായകന് ഞങ്ങൾ ഈ വേദി സമർപ്പിക്കുന്നു. ഇത് ആഘോഷമാക്കുന്നു. തീർന്നില്ല. നമ്മൾ ഏതാനും ദിവസം മുമ്പാണ് പ്രിയദർശൻ അറ്റ് 40 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പൂച്ചയ്ക്കൊരു മൂക്കുത്തി അറ്റ് 40, ഇത് രണ്ടും ഒരുമിച്ചാണ്. പ്രിയദർശൻ എന്ന സംവിധായകൻ്റെ 40 വർഷം, പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സിനിമയുടെ 40 വർഷം നമ്മൾ ആഘോഷമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അഭിമുഖത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ശ്രീ പന്തളം ബാലൻ എന്ന ഗായകന്, ജനപ്രിയ ഗായകന്, ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒന്നോർക്കുക, ശ്രീ ബാലൻ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ഒരു അധികാര സ്ഥാനത്തു നിന്നും കിട്ടുന്ന സ്വർണ്ണപ്പതക്കമല്ല, ഒരു അധികാരികളുടെ കാരുണ്യം കൊണ്ട് കിട്ടുന്ന ട്രോഫികളും മെഡലുകളും അല്ല, പേരുകേട്ട അവാർഡുകളുമല്ല. ജനമനസ്സിൽ കിട്ടുന്ന ഒരു അംഗീകാരമുണ്ടല്ലോ, ആ ജനമനസ്സിലെ അംഗീകാരം ആർക്കാണെന്ന് ഇന്ന് പരസ്യമായിട്ട് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അങ്ങ് ആ ഒരു കാര്യത്തിൽ ആശ്വാസം കണ്ടെത്തണം, ആഹ്ലാദിക്കണം. കാര്യം ജനഹൃദയങ്ങളിലെ അംഗീകാരം അങ്ങേക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് ജനം TV ഒട്ടും വൈകാതെ അത് പരസ്യമായി പ്രഖ്യാപിച്ച് മുൻകൂട്ടി അറിയിച്ച് നമുക്കത് ആഘോഷമാക്കും. പന്തളം ബാലൻ എന്ന ഗായക പോരാളി അറ്റ് 40 എന്നുള്ളത്. അങ്ങയിലേക്ക് വരാം. ഇനി ശ്രീ ഷജ്മോൻ, വീണ്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ, നമുക്കറിയാം കേരളത്തിൽ ആദ്യമായിട്ട് കർഷക തൊഴിലാളി സമരം നടക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. അവിടെ നിന്നും ഈ ഒരു 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോഴും കേരളത്തിലെ കർഷകരുടെ അവസ്ഥ എന്നത് കൂടി പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാർഷിക കേരളമാണ് നമ്മുടെ കേരളം. നമുക്കറിയാൻ സാധിക്കും, ഏകദേശം 100 വർഷം മുൻപ് മഹാത്മാ അയ്യങ്കാളിയുടെ ആശയം എന്തായിരുന്നു? കാർഷിക കേരളം എന്ന സ്വപ്നമായിരുന്നു. തൻ്റെ സമൂഹം കാർഷിക വൃത്തിയിലൂടെ മണ്ണിനെ സ്നേഹിക്കണം, മണ്ണിനെ കണ്ടറിയണം, അതുപോലെ തന്നെ സസ്യലതാദികളെ വളർത്തണം, കൃഷി ചെയ്യണമെന്നൊക്കെയായിരുന്നു. പക്ഷേ അന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ആശയം, ആ ആശയത്തിൻ്റെ 1% പോലും ഇന്ന് കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കാർഷിക കേരളം എന്നാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത്. 44 നദികളൊഴുകുന്ന കേരളമാണ്. ആ 44 നദികളൊഴുകുന്ന കേരളത്തിൻ്റെ കാർഷിക മേഖല തകർന്നു തരിപ്പണമായി.
ആ കാർഷിക മേഖല തകർന്നു തരിപ്പണമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും അവരൊന്നും സഹായിച്ചില്ല, കർണാടകയൊക്കെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ നമുക്ക് ഗതിയില്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തിനു പറയുന്നു? തിരുവോണം ചിങ്ങമാസമാണ്, തിരുവോണം വരാൻ പോവുകയാണ്. ആ തിരുവോണത്തിന് നമുക്ക് ഇലയിട്ട് ഉണ്ണണമെങ്കിൽ ഇന്ന് തമിഴ്നാടിനെയും കർണാടകയിലെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എന്തിനു പറയുന്നു? ഓണം കൊള്ളുന്ന പൂവ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ സമ്പൽ സമൃദ്ധമായിരുന്ന പൂക്കാലമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു പൂ പോലും കിട്ടാത്ത സാഹചര്യം, ആ സാഹചര്യം അന്യ സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ട ഗതികേട്. അപ്പോൾ യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞു വച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾ തുടർന്നു വന്ന സർക്കാരുകൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഫലപ്രദമായി കാര്യക്ഷമമായി വിനിയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന് കാർഷിക മേഖലയുടെ ആ തകർച്ച ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാൻ സാധിക്കും, മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ അവരുടെ ദീർഘവീക്ഷണം, അവരുടെ ചിന്താഗതി, ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഇന്ന വിഭവങ്ങൾ ഈ രാജ്യത്തുണ്ടാവണം, സംസ്ഥാനത്തുണ്ടാവണം, ഇന്ന മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം, ഈ മണ്ണറിഞ്ഞ് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കണം, മണ്ണിനെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും, മഹാത്മാ അയ്യങ്കാളി ഒരു നല്ല ദൈവവിശ്വാസിയായിരുന്നു. ദേവീക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വിശ്വാസിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെയും മനുഷ്യനെയും മണ്ണിനെയും ദേവതകളെയും എല്ലാം ഒരുമിച്ച് ഒരേപോലെ കാണുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരമായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾ പിന്തുടർന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ കാർഷിക മേഖല ഇതുപോലെ തകരുമായിരുന്നില്ല. ഇന്ന് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ ഭരണകൂടങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ശ്രീ പന്തളം ബാലൻ, താങ്കളുടെ പാട്ട് കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സന്ദേശം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നു തുടങ്ങി. അപ്പോൾ പാട്ടിലേക്ക് തന്നെ കടന്നാലോ? മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ഗായകൻ്റെ 40-ാം വർഷം at 40 എന്നുള്ളൊരു സൂചന നൽകും. നമ്മൾ എന്ത് പുതിയ പരിപാടി അവതരിപ്പിക്കുമ്പോഴും പ്രൊമോ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോ കൂടിയാവട്ടെ ഇന്നത്തെ ഈ കാലം. ശ്രീ പന്തളം ബാലൻ, അയ്യങ്കാളി നമുക്ക് കാണിച്ചു തന്നത് പ്രവൃത്തിയുടെ മാർഗമാണ്. വെട്ടിമാറ്റപ്പെട്ട ആ പാട്ടിലൂടെയല്ലേ നമ്മൾ ഇന്നത്തെ ആഘോഷം തുടങ്ങേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ കുറച്ചു കാലം പ്രവാസിയായിരുന്നല്ലോ. അപ്പോൾ അതിന് മുമ്പ് അമേരിക്കയിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് പാടിയ ഒരു പാട്ട് അറിവ് അടിമയ്ക്ക് അധികാരമെന്നായിരുന്നു. അപ്പോൾ കുറേ കളക്ഷൻസ് എൻ്റെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇന്നലെ വിളിച്ചതിന് ശേഷം ഞാൻ ഈ പാട്ട് സംഘടിപ്പിച്ചെടുത്താണ്. ബലികുടീരത്തിൽ ഉറങ്ങേണ്ടവരല്ല, ബലിക്കല്ലിൽ തല ചായ്ക്കേണ്ടവരല്ല, കാലമായി ഉത്സവകാലമായി ഉണർവിൻ കാലമായി എന്നൊരു പാട്ട് ഞാനൊന്ന് പാടിയിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് മാത്രമേ എനിക്ക് ബലികുടീരത്തിലുറങ്ങേണ്ടവരല്ല, ബലിക്കല്ലിൽ തല ചായ്ക്കേണ്ടവരല്ല, കാലമായി ഉത്സവകാലമായി ഉണർവിൻ കാലമായി ബലികുടീരത്തിലുറങ്ങേണ്ടവരല്ല, ബലിക്കല്ലിൽ തല ചായ്ക്കേണ്ടവരല്ല, കാലമായി ഉത്സവകാലമായി ഉണർവിൻ കാലമായി. അയിത്തം ആചാരമല്ലാത്തവർക്കെല്ലാം മരണം വിധിച്ച പേക്കോലം പോയി. അയിത്തം ആചാരമല്ലാത്തവർക്കെല്ലാം മരണം വിധിച്ച പേക്കോലം പോയി. ശങ്കരനീതികൾ ശവമാക്കി മൂടിയ രാജപിതാവിൻ ജനനം ഈ സുദിനം. ബലികുടീരത്തിലുറങ്ങേണ്ടവരല്ല, ബലിക്കല്ലിൽ തല ചായ്ക്കേണ്ടവരല്ല, കാലമായി ഉത്സവകാലമായി ഉണർവിൻ കാലമായി. ഗംഭീരം.
വെച്ച് പാടിയത് കേട്ടോ. അല്ല അല്ല മനസ്സിലായി. പക്ഷെ അങ്ങേക്ക് പ്രിയപ്പെട്ട ഒരു ഗാനം കൂടി എന്തായാലും ഈ ഒരു പ്രഭാതം പാട്ടിലൂടെ കൂടി ആഘോഷമാക്കുകയാണെങ്കിൽ പലയിടത്തും ആഘോഷങ്ങൾ മിനിമം ആക്കിയിട്ടുണ്ടെങ്കിലും സംഗീതത്തിന് അതില്ലല്ലോ. അങ്ങേക്ക് പ്രിയപ്പെട്ട ഒരു ഗാനം ഗാനമേളകളിൽ ഗാനമേള സദസ്സുകളിൽ അങ്ങേ കാത്തിരിക്കുന്ന ആയിരങ്ങളിൽ ഇന്ന് ലക്ഷങ്ങൾ ഈ ജനം ടി വിയിലൂടെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെയോ അനുവിൻ്റെയോ പ്രസംഗങ്ങൾക്കല്ല അവർ കാത്തിരിക്കുന്നത്. പുലർച്ചെ തന്നെ ഒരു പ്രിയപ്പെട്ട ഗാനം. ഞാൻ ഇപ്പോൾ ഗാനമേളയ്ക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ഒരു പാട്ട്, ഞാൻ പുഴയോരഴകുള്ള പെണ്ണെന്ന് പറഞ്ഞ പാട്ടുണ്ട്, എൻ്റെ നന്ദനക്കുട്ടികൾ. അപ്പോൾ അതിലെ ഒരു കുറച്ച് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ് മാനത്തൊരു മഴവില്ലു കണ്ടാലിളകും പെണ്ണ്. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ് മാനത്തൊരു മഴവില്ലു കണ്ടാൽ ഇളകും പെണ്ണ്. പാടത്തെ പൈനും തീരത്തെ കൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ് അവളൊരു പാവം പാൽക്കാരി പെണ്ണ്. പാൽക്കാരി പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. അതിമനോഹരം. ഞാൻ ശ്വാസം വിടാൻ തന്നെ പേടിച്ച് നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു ഇന്ററപ്ഷൻ ഉണ്ടാവരുത്. അത് മാത്രമല്ല വല്ലാത്തൊരു ചതിയായിപ്പോയി. കാരണം അയ്യങ്കാളി എന്ന് എഴുതിയിരിക്കുന്നത് മറക്കരുതെന്ന് പറഞ്ഞ് നമ്മളെവിടെ പ്രതിമ പോലെ നിർത്തിയിരിക്കുകയായിരുന്നു. താങ്കളുടെ ഈ പാട്ട് കേട്ട് തുള്ളാതിരിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. ഈ ഗാനമേളകൾ നൽകുന്നൊരു ആത്മവിശ്വാസമുണ്ടല്ലോ. ഒരു ഭാഗത്ത് സ്വയം കലാരംഗത്ത് പോലും സവർണരെന്ന് പ്രഖ്യാപിച്ചിട്ട് ചിലത് കാട്ടിക്കൂട്ടുമ്പോൾ ഗാനമേളകൾ അവിടെ തടിച്ചുകൂടുന്ന ആയിരങ്ങൾ അത് നൽകുന്നൊരു ആത്മവിശ്വാസം അത് വളരെ വലുതല്ലേ ശ്രീ ബാലൻ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഗാനമേള എന്ന രൂപം, കലാരൂപം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റേത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല അനുഭവങ്ങൾ കൂടി, പല കേരളത്തിലെ പ്രശസ്തമായ പല ട്രൂപ്പുകളിൽ ചെന്നിട്ടും നമ്മളെ അവഗണിച്ച് വിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ട്രൂപ്പുകളാണ്. അപ്പോൾ അവിടെയൊക്കെ പാടാൻ പോകുമ്പോൾ 2 പാട്ടുകൾ മാത്രമേ എനിക്ക് തരുള്ളായിരുന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു, അച്ഛൻ്റെ മരണം 89 അച്ഛൻ മരിച്ചു. അന്ന് എനിക്ക് 18 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബം മൊത്തം
വളരെ കഷ്ടതയിൽ അനുഭവിച്ച സമയത്ത് പാടി തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ ജീവിതമാർഗമാണെന്ന് ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ എന്തു പറഞ്ഞു, എനിക്കിഷ്ടമുള്ള പാട്ടുകൾ പാടുവാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങി. സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും അന്ന് എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അതായത് പ്രമദവനം, രാമകഥ, 7 സ്വരങ്ങൾ, ശ്രീലതികകൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ മലയാളക്കരയ്ക്ക് പാടുക. കാരണം സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങുമ്പോൾ നക്ഷത്ര ദീപങ്ങൾ, സർഗം ത്തിലെ പാട്ടുകൾ, ഗാനമേളയിലെ പാട്ടുകൾ, അങ്ങനെ ഒത്തിരി പാട്ടുകൾ പാടി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഗാനമേള പന്തളം ബാലൻ എന്നല്ലാതെ ഒരു പേരും, കാരണം ഇത് മാക്സിമം ഈ എന്താ പറയുക, നമ്മുടെ പേരിന് മാക്സിമം പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളത്. കാരണം അത് ഞാൻ നന്നാകണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണമെന്ന് പറയത്തില്ല. അപ്പം അത് ഒരു സബര്യ പോലെ തന്നെ കൊണ്ടത്. കാരണം ഇപ്പം എനിക്ക് 55 വയസ്സായി. ഞാനിപ്പോഴും എനിക്കിത് പാടാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു ദീർഘവീക്ഷണവും അതോടൊപ്പം തന്നെ ഒരു തപസ്സുമാണ് എൻ്റെ സംഗീതം എന്ന് പറഞ്ഞത്. കാരണം ആരും എന്നെ വളർത്താനില്ല എന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പം പല സ്ഥലങ്ങളിൽ, ഇപ്പം ഞാൻ 2011 തിരിച്ചു വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് നടക്കുന്ന വലിയ പരിപാടികളൊന്നും എന്നെ ഉൾപ്പെടുത്താറില്ല. കേരളത്തിലെ തന്നെ, അതായത് മഹാന്മാരായ രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകളും രവിരായ മാസ്റ്ററുടെ പാട്ടുകളും ഒക്കെ വലിയ പാട്ടുകൾ പാടി തന്നെയാണ് പന്തളം ബാലൻ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം അതിലെ ഒരു വലിയ പാട്ടാണ് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി ആ പാട്ട്. ഒരു പിടിച്ചോറിനായി യാചിച്ചു ദൈവം, ചിരികൾ ഉയർന്നു സദസ്സിൽ, ചിരികൾ ഉയർന്നു സദസ്സിൽ. ഒരു കാവൽക്കാരൻ വാളോങ്ങി നിന്നു, ചിരിച്ചു പിൻവാങ്ങി. ഭഗവാൻ 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 ഇതൊക്കെ പാടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. ജനം തരുന്ന സ്വീകാര്യതയും കയ്യടിയും ഒക്കെ തന്നെയാണ് എന്നെപ്പോലുള്ള പാട്ടുകാരൻ, പന്തളം ബാലൻ എന്ന പാട്ടുകാരൻ ഇന്നും സാധാരണക്കാരൻ്റെ ജനമനസ്സുകളിൽ നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കിതൊക്കെ പാടുമ്പോൾ എന്ത് പറഞ്ഞു, എൻ്റെ ആസ്വദിക്കുക കുറച്ചുകൂടെ പ്രതീക്ഷകളാണ്. പ്രതീക്ഷ ആണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പം ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോകും എന്നു ഇപ്പോഴും. ശ്രീ ബാലൻ ഇടപെടാൻ ഒരു താല്പര്യവുമില്ല, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആശംസാ പ്രവാഹവും ആവശ്യങ്ങളും വരുന്നു. അതിനൊക്കെ മുമ്പ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായ ബിജു ശ്രുതി ശിവൻപിള്ളയുടെ മകൾ പവിത്രക്കുട്ടിയുടെ ജന്മദിനമാണ്. അപ്പോൾ ജനൻ TV-യുടെ പ്രേക്ഷകരുടെ, സ്ഥിരം പ്രേക്ഷകരുടെ ഒക്കെ ജന്മദിന ആശംസകൾ നേരുന്നു പവിത്രക്കുട്ടിക്ക്. ഒപ്പം ശ്രീ ബാലേട്ടൻ ബാലൻജി ഇങ്ങനെ ആശംസ പ്രവഹിക്കുകയാണ്. എന്താ ഫീൽ, ബാലേട്ട സൂപ്പർ. അനീഷിൻ്റെയാണ്. ഉഷ നെല്ലൂർ ശ്രീ ബാലൻ സ്വയം ഒരു ഗംഭീര പാട്ടുകാരിയാണ്, ഒരു മ്യൂസിക് അധ്യാപികയാണ്, ഒരു മ്യൂസിക് സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. അവിടെ നിന്നാണ് ആഹാ എന്താ ഫീൽ എന്നുള്ള കമൻറ്റ് വന്നിരിക്കുന്നത്. ഒരു കാലത്ത് കൊല്ലത്തെ അമ്പലങ്ങളിലെല്ലാം സ്റ്റാർ മന്നനായി പാട്ട് ഗാനമേള അവതരിപ്പിച്ച് വന്ന വ്യക്തിയാണ് പന്തളം ബാലൻ എന്ന് പറയുന്നത് ബിജു ശ്രുതിയാണ്. വേണുഗോപാൽ രാജൻ നായർ, എൻ്റെ ഇഷ്ടഗായകൻ ശ്രീ ബാലൻ ചേട്ടന് ആശംസകൾ. ഒരു പാട്ട് ഭഗവത്ഗീതയിൽ പാടി ആ പാട്ട് വേണമെന്നൊരാവശ്യമുണ്ട്. പുത്തൻ പുലരിയിൽ രാവിലെ പന്തളം ബാലനെ കൊണ്ടുവന്ന ജനൻ TV-ക്കും ടീമിനും ബിഗ് സല്യൂട്ട്. അനീഷ് ബാലേട്ട സൂപ്പർ. ഇങ്ങനെ പ്രവഹിക്കുകയാണ്. ഇതുപോലെ ജനിച്ച ഗാനങ്ങളാണ് മനുഷ്യ മനസ്സിനെ തിരിച്ചറിവിലെത്തിച്ചത്. നന്ദി ബാലൻ. എന്തായാലും ആലാപന ശൈലിയിൽ തൻ്റെതായ വ്യക്തിത്വം കൊണ്ടുവന്ന ഗായകൻ. ഇങ്ങനെ ഞാൻ ചെറുപ്രായം മുതൽ ഈ ഗായകനെ കാണുന്നതും കേൾക്കുന്നതും ആണ് രാജേഷ് പി. ഏതായാലും നമുക്ക് പെട്ടെന്ന്
അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുന്ന ബാലൻജിയും വേണുഗോപാൽജിയും. ഇനി സമയം കളയാതെ അതിഥികളിലേക്ക് തന്നെ മടങ്ങിയെത്താം. നമ്മളിന്ന് വിവാദങ്ങളിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ശ്രീ ഷാജുമോൻ വെട്ടേക്കാട്, ശ്രീ പന്തളം ബാലൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രേക്ഷകർ നിരവധി സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്കൊന്ന് അയ്യങ്കാളി ജയന്തി ആചരിക്കുമ്പോഴും സിനിമാ മേഖലയിൽ ജാതി വിവേചനമുണ്ടെന്ന് പണ്ട് നടൻ തിലകനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു സന്ദേശം. സിനിമാ മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ജാതി വിവേചനം? ഉണ്ട് എന്നാണ് പലയിടത്തു നിന്നും മുഴങ്ങി കേൾക്കുന്നതും. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് പട്ടികജാതി സമൂഹത്തിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ആശയം തന്നെ ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. രണ്ടാം മോദി സർക്കാർ ഇൻ്റർകാസ്റ്റ് മാരേജിനെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കണം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഭിന്നിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമായിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ആശയമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് ഇന്നേ വരെ ജാതിയുടേതായിട്ടുള്ളൊരു വിവേചനം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുമാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അർഹമായിട്ടുള്ള പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം 2012 കൊടകരയിൽ, എൻ്റെ നാട് കൊടകരയാണ്. അവിടെ കൈമുക്കുമല, ആ കൈമുക്കുമല നടന്ന സാഗ്നിക അതിരാത്രമുണ്ട്. ആ അതിരാത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകർ ഒരാളായിരുന്നു ഞാൻ. ആ അതിരാത്രത്തിന് പൂർണ്ണമായിട്ട് അതിൻ്റെ ആലോചനാ യോഗം മുതൽ അവസാന യോഗം വരെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി പങ്കെടുത്തുകൊണ്ട് അവിടെ പങ്കാളിയായ മുഖ്യ സംഘാടകനായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ജാതീയമായിട്ടുള്ള ഒരു വിവേചനം എവിടെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ, കാരണം ഒന്ന് ഇതിലെന്താ വിഷയമെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്ന പ്രതിബദ്ധത, നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്ന രീതി, നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്ന പ്രവൃത്തി, ഈ പ്രവൃത്തികളാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അർഹതയും അംഗീകാരവും എല്ലാം നൽകുന്നത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് കേരളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിനേക്കാളും കൂടുതൽ ജാതീയമായിട്ടുള്ള വേർതിരിവ് കാണിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ പൊതുവെ ആ കാര്യത്തിൽ പിന്നെ പല ആളുകളും ചില സാഹചര്യങ്ങളിൽ ജാതിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ടൊരു സംശയം കൂടി ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പല തലങ്ങളിലും ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. പക്ഷേ കേരളത്തിൽ അത് ഇല്ല എന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം, ആ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ളത്. തീർച്ചയായും. ശ്രീ പന്തളം ബാലൻ, താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ ഈ പ്രവാഹമാണ് റിക്വസ്റ്റുകൾ, അത് അകത്തുനിന്നും പുറത്തുനിന്നും ഈ പ്രേക്ഷകരുടെ റിക്വസ്റ്റ് ഉണ്ട്. അതൊരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റൊന്ന് ഇവിടെ നമ്മുടെ ഏറ്റവും ആദ്യം പറയണം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് പറഞ്ഞേൽപ്പിച്ച ഒരെണ്ണമുണ്ട്. അത് രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിലെ ഒരു ഗാനമാണ്. 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ ഹരിമുരളീരവം താങ്കളുടെ ശബ്ദത്തിൽ നിന്നും കേൾക്കണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശരി.
ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയ മോഹനഗാനം ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയ മോഹന ഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം. പതിയില്ലല്ലേ? ആഹാ, ഇത് നിൽക്കരുതേ നിൽക്കരേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. എന്തായാലും ശ്രീ ബാലൻ, നന്ദി പറയുന്നത് അവസാനിപ്പിക്കാനല്ല, ഇനിയും ഉണ്ട് റിക്വസ്റ്റുകൾ. ശ്രീ ഷാജിമോൻ വട്ടേക്കാട്, അങ്ങ് ഭാഗ്യവാൻ, തൊട്ടടുത്തിരുന്ന് ഇതിങ്ങനെ കേട്ട് ഇരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇങ്ങനെയല്ലേ വിപ്ലവം കൊണ്ടുവരേണ്ടത്, ഇങ്ങനെയല്ലേ ഉച്ചനീചത്വം ഉടച്ച് വാർക്കേണ്ടത്. അല്ലാതെ രാവിലെ മൈക്ക് കിട്ടുമ്പോൾ വിപ്ലവം പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? വിപ്ലവം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് വിപ്ലവം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന, ഞാനിപ്പോൾ ആരെയും ഈ ഒരു സുദിനത്തിൽ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിൽ പോലും നമ്മുടെ ചില യുവ വിപ്ലവ നക്ഷത്രങ്ങൾ വാർത്തയിൽ നിറയുന്നത് ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളിൽപ്പെട്ട വനിതകളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ്. ആ കേസ് അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും ഇവരൊക്കെ ഇങ്ങനെ വിഹരിക്കുകയാണ്. ആ കാലത്ത് ഇന്ന് പ്രവൃത്തി കൊണ്ട് കാണിച്ചു തന്ന ഇതാവണം. വഴി നടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ വില്ല് വണ്ടിയിൽ ഞാൻ വരും, ചന്തയിൽ കയറാൻ സമ്മതിച്ചില്ലെങ്കിൽ ആറാലും മൂടി ചന്തയിൽ ഞങ്ങൾ നടന്ന് കയറുമ്പോൾ ചെറുത്താൽ അതിനെ കരുത്തുകൊണ്ട് തോൽപ്പിക്കും, പഠിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അവിടേക്ക് ഞങ്ങൾ പഞ്ചമിയുടെ കൈപിടിച്ച് നടന്ന് കയറും. ഇന്നിതാ സംഗീതാർച്ചനയിലൂടെ പന്തളം ബാലനും ഈ ദിവസം വളരെയധികം പ്രത്യേകതയുള്ളതാക്കുന്നു. ശ്രീ ഷാജിമോൻ, എന്താണ് പറയാനുള്ളത് SC മോർച്ച സംസ്ഥാന അധ്യക്ഷന്? ഇനിയും തുടരുന്ന ഈ ഉച്ചനീചത്വത്തിനെതിരെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂട്ടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ഇപ്പോഴും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും മഹാത്മാ അയ്യങ്കാളി നമ്മളെ പഠിപ്പിച്ചത് ഒഴുക്കിനെതിരെ നീന്താനാണ്. അതുതന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പന്തളം ബാലേട്ടനും ചെയ്തിട്ടുള്ളത്. ആ ഒഴുക്കിനെതിരെ നീന്തി വിജയം കൈവരിച്ച വ്യക്തിയാണ് എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് വളരെ സന്തോഷം എനിക്ക് ഈ കാര്യത്തിലുണ്ട്. കാരണം വിപരീതമായിട്ടുള്ള ദിശയിലേക്ക് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് വിജയം കൈവരിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ് പന്തളം ബാലേട്ടൻ. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഉച്ചനീചതകൾക്കും അനീതിക്കും അതുപോലെ തന്നെ അരാജകത്വത്തിനുമെതിരെ ഒഴുക്കിനെതിരെ നീന്താൻ തയ്യാറാവണം. അങ്ങനെ ഒഴുക്കിനെതിരെ ഈ സമൂഹം നീന്തി പോരാടി വിജയം കൈവരിക്കണമെന്നാണ് എനിക്ക് അയ്യങ്കാളി ജയന്തി ദിനത്തിൽ പറയാനുള്ളത്. കാരണം ജനം TV സംഘടിപ്പിച്ച ഈ പരിപാടി വളരെയധികം ശ്ലാഘനീയമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിലെ ഒരു ചാനൽ പോലും മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ഇതുപോലെ ഓർമ്മിപ്പിക്കാനോ അല്ലെങ്കിൽ സ്മരണകൾ അയവിറക്കാനോ തയ്യാറാവാതിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാ അയ്യങ്കാളിക്ക് അർഹമായ പരിഗണന കൊടുത്തുകൊണ്ട്, മഹാത്മാ അയ്യങ്കാളിയെ പരിഗണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങളും അതുപോലെ തന്നെ പോരാട്ടത്തിൻ്റെ പാതകളും കാര്യങ്ങളുമെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ആ ഒരു മഹത്തായ പരിപാടി, ആ പരിപാടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ശ്ലാഘനീയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മഹാത്മാ അയ്യങ്കാളി എനിക്ക് പ്രചോദനമാണ്. കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടത്തിൻ്റെ പാത, ആ പോരാട്ടത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ഈ കേരളത്തിൽ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാൻ സാധിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ആശയമുണ്ട്. കാരണം ഇന്ന് അവകാശങ്ങൾ മഹാത്മാ അയ്യങ്കാളി എങ്ങനെയാണ് അവകാശങ്ങൾ നേടിയെടുത്തത്, ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പാതയിലൂടെ തന്നെ കേരളത്തിലെ പട്ടികജാതി സമൂഹം ഒരുമിച്ച് നിന്ന് പോരാടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് കേരളത്തിലെ ഈ പ്രതിസന്ധിക്ക് കാരണം
പട്ടികജാതി സമൂഹത്തിനിടയിലുള്ള പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം കേവലം 53 പട്ടികജാതികൾ മാത്രമാണ് കേരളത്തിലുള്ളത്. പക്ഷേ 1000-ഓളം പട്ടികജാതി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പട്ടികജാതി സംഘടനകൾക്കെല്ലാം തന്നെ എത്ര സമുദായങ്ങൾക്ക്, എത്ര സംഘടനകൾക്ക് പട്ടികജാതി സമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പട്ടികജാതി സമൂഹത്തിനോട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തണമെന്നുള്ള ചിന്താഗതിയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, ചിന്തിക്കപ്പെടുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള സംഘടനകൾക്ക് മാത്രമാണ് ഈ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് ഈ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഉച്ചനീചത്വങ്ങളും അയിത്തങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ പട്ടികജാതി സമുദായങ്ങൾ, ആ സമുദായങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട്, അതുപോലെ തന്നെ ജാതിയെ മറന്നുകൊണ്ട് പട്ടികജാതി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവരുടെ സ്വത്വങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരുമിച്ച് ഒരു ചരടിൽ കോർത്തിണക്കിയ പോലെ പ്രവർത്തിക്കാനായിട്ട് കേരളത്തിലെ പട്ടികജാതി സമൂഹം തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനം ടി വി മുന്നോട്ട് വെച്ച ഈ ആശയത്തിന് മഹാത്മാ അയ്യങ്കാളിയുടെ ആശയവുമായിട്ട് വളരെ പ്രസക്തമുള്ള ആശയമാണ്. ഈ ആശയത്തിലൂടെ നമുക്ക് കേരളത്തിലെ പട്ടികജാതി സമൂഹത്തിന് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും. വിദ്യാഭ്യാസപരമായിട്ട്, സാമൂഹ്യപരമായിട്ട്, സാംസ്കാരികപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് എല്ലാ മേഖലകളിലും ഒരു പുതിയ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ സാമുദായിക സംഘടനകൾ, പട്ടികജാതി സംഘടനകൾ അവർ ഒരു നൂലിൽ കോർത്തിണക്കിയ മാലയെപ്പോലെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ സമൂഹം ഏറ്റവും മികച്ച സമൂഹമായിട്ട് ഈ പട്ടികജാതി സമൂഹം കേരളത്തിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പ്രശ്നം, ഇത് തന്നെയാണ് മുതലെടുക്കപ്പെടുന്നതും. 1000-ഓളം സംഘടനകൾ, ഞാനും ഇത്രയും എണ്ണം ഞാനും പ്രതീക്ഷിച്ചില്ല. 1000-ഓളം സംഘടനകൾ, എന്നിട്ട് അതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഫലമോ ഇന്നും ആർക്കെങ്കിലുമൊക്കെ ജയിച്ചു കയറാൻ, ആർക്കെങ്കിലുമൊക്കെ അധികാരമുറപ്പിക്കാൻ ഇങ്ങനെ മാറി മാറി വെറും വോട്ട് ബാങ്കുകളായി, ഒരു മെറ്റീരിയലിസ്റ്റിക്കായി, ഉപഭോഗ വസ്തുവാക്കി ഇതിനെ കൊണ്ട് നടക്കുന്ന ഇടത്തു നിന്ന് എന്ന് ഒന്നിച്ചു നിൽക്കണം എന്ന് തോന്നുന്നുവോ അന്ന് ഉണ്ടാവും ആരുടെയും സൗജന്യമില്ലാതെ ഈ മുന്നേറ്റം. വീണ്ടും ഒരിക്കൽ കൂടി ഷാജിമോഹനിലേക്ക് ക്ഷമിക്കണം, പന്തളം ബാലേട്ടനോട് ഇങ്ങനെ അപേക്ഷകളുടെ, റിക്വസ്റ്റുകളുടെ പ്രവാഹം. ഞാനൊരു ചെറിയ ചോദ്യം ശ്രീ പന്തളം ബാലനോട് ചോദിക്കട്ടെ. കാരണം ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം, ഈ രാഷ്ട്രീയത്തെ, കുറച്ച് മുമ്പ് പ്രദീപ് പറഞ്ഞത്, ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ, അതും പ്രത്യേകിച്ച് യുവ നേതാക്കളിൽ നിന്ന് ഇങ്ങനെ വിദ്വേഷപരമായ പല പ്രസ്താവനകളും അതൊരു പക്ഷേ വാർത്തകളിൽ ഇടം നേടാനായിരിക്കാം, അല്ലെങ്കിൽ വിജയിക്കാനുള്ള ഒരു മാർഗമായി സ്വയം നിരീക്ഷിക്കുന്നുണ്ടാവും. അതെല്ലാം താങ്കളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് അതെല്ലാം വീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും പുതിയ തലമുറയിൽ, അതായത് ന്യൂ ജനറേഷൻ കുട്ടികൾ ജാതിയും മതമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടർ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ IAS-കാരൻ ഇവൻ ഏത് ജാതിയാണെന്ന് അന്വേഷിക്കുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. പന്തളം ബാലൻ ബ്രാഹ്മണനല്ല എന്നുള്ള കാര്യം എൻ്റെ കളർ കൊണ്ടുമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനല്ല, ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ വരുന്ന സെക്ഷനിൽ വരുന്നവരായാലും പോലും അവർ ഇതേത് നമ്മുടെ ആളാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം. ഞാൻ മിശ്രവിവാഹിതനാണ്, എൻ്റെ മകൻ മിശ്രവിവാഹിതനാണ്, ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെ കെട്ടി, എൻ്റെ മകൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല, എൻ്റെ ഇനി ഒരു മകനോടുണ്ട്, അവന് ഇഷ്ടമുള്ളവരെ കെട്ടാം. ഇദ്ദേഹം പറഞ്ഞതുപോലെ മിശ്രവിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ ഒരുപാട് ഈ ജാതി വ്യവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ ഈ സംഗീതത്തിന് ജാതിയോ മതമോ നിറമോ ഇല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതെല്ലാം എല്ലായിടത്തും നിലനിൽക്കുന്നു. അതിന് മാറ്റമുണ്ടാകുവാൻ അയ്യൻകാളി എന്ന മഹാൻ്റെ ആ മഹാത്മാവിൻ്റെ ആശയങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാകും. കാരണം ഒരാളെ ഈ പറഞ്ഞ മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അതിൽ യോജിപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദനകൾ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ പങ്കെടുത്ത ഒരു സംഘടനയാണ്, പാട്ടുകാരുടെ ഒരു സംഘടന, സമം എന്ന് പറയുന്ന സംഘടന. അപ്പോൾ അതിനകത്ത് സാന്ദ്രലയം എന്നൊരു പരിപാടി നടത്തിയായിരുന്നു. അപ്പോൾ അവിടെ കേരളത്തിലെ എല്ലാ പ്രമുഖരെ പാടിയിട്ടും ഞാൻ ഒരു പാട്ട് പാടുന്നു എന്ന് പോലും, ഞാൻ അതിൽ ആ സംഘടനയിൽ മെമ്പറാണ്, എൻ്റെ അടുത്ത് ചോദിച്ചില്ല. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റി നിർത്തപ്പെടുന്നത് എന്നുള്ള ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ്. അതുപോലെ കേരളത്തിൽ നടക്കുന്ന റിയാലിറ്റി ഷോകളിലൊന്നും ഇത്രയും പാടുന്ന ഒരാളെ നിങ്ങൾ ഒരു ജഡ്ജായിട്ട് കാണാത്തത് എന്താണ്? അല്ലെങ്കിൽ കറുത്ത മുത്ത് എന്നൊരു സീരിയലിൽ വെളുത്ത പെണ്ണിനെ കറുത്ത പെയിൻ്റ് അടിച്ച് കറുത്ത മുത്താക്കി വയ്ക്കുന്ന വൃത്തികെട്ട സംസ്കാരമല്ലേ അത്? എത്രയെത്ര
സുന്ദരികളുണ്ട് കറുത്തതിൽ, പിന്നെ ഈ പുരുഷന്മാരിൽ എല്ലാം ഒരു എന്ത് പറഞ്ഞ കറുപ്പിന് 7 അഴകുന്നതാണ്. പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കുവാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വംശീയ അധിക്ഷേപം, ജാതീയ അധിക്ഷേപങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നത്. അതൊക്കെ ഒരു സംസ്കാരമില്ലായ്മയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പുതിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വിദ്യാഭ്യാസവും വിവരവും വിവേകവും വേണം പുതിയ തലമുറയ്ക്ക്. കാരണം എത്ര ഉന്നതിയിൽ എത്തിയെന്ന് പറഞ്ഞാലും ശരി, മനസ്സ് ശുദ്ധം അല്ലെങ്കിൽ പിന്നെ എന്താ, ചുരുങ്ങിയ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കണം അല്ലേ? മതമില്ലാത്ത മനുഷ്യത്വത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന നല്ലൊരു തലമുറ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ. അവർക്ക് എന്താ പറഞ്ഞാൽ അവരുടെ ചിന്താഗതികൾ മാറട്ടെ, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള സംഗീതത്തിന് നിറമോ ജാതിയോ മതമോ ഇല്ല എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ കോർണർ ചെയ്യപ്പെടുന്ന ഒരാളാണ്. ഇപ്പം ഈ ഏറ്റവും അവസാനമായിട്ടാണ് ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ്റെ സിനിമയിൽ പാടി. ശ്രീ വിനയൻ സാറിൻ്റെ പടത്തിലായിരുന്നു ആ പടം. 2 വർഷം എടുത്തു. 2 വർഷങ്ങൾക്ക് മുമ്പ് പാടിയൊരു പാട്ടാണ് അത്. ആ ഫിലിം ഇറങ്ങിയപ്പോൾ പന്തളം ബാലിൻ്റെ പാട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു, ഈ നവോത്ഥാന നായകരായിരുന്നല്ലോ ഇവരൊക്കെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യാ ഗുരുസ്വാമികൾ, പിന്നെ പൊയ്കയിൽ അപ്പച്ചൻ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്. അവരുടെ ഒരു ചരിത്രം വിളമ്പുന്ന അല്ലെങ്കിൽ ചരിത്രം പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുന്ന ആ സിനിമയിൽ നിന്ന് പന്തളം ബാൽ എന്ന് പറയുന്ന ഒരു ദളിതനായ ഒരാളുടെ പാട്ട് മാറ്റിയിട്ട് എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത് ഞാൻ ചോദിച്ചായിരുന്നു. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വലിയൊരു പാട്ടായിരുന്നു, എം ജി ജയചന്ദ്രൻ്റെ പാട്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ പാട്ട് ഉണ്ടായിരുന്നെങ്കിൽ പലരും പറയാറുണ്ട് ബാലേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമായിരുന്നു പറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയോ ഇല്ലെങ്കിലും പക്ഷേ അതൊന്നും അല്ലാതായി പോയതിൻ്റെ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഇപ്പോഴും മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഈ 40 വർഷത്തിനിടയ്ക്ക് ഈ വർഷമാണ് കേരള സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയത്. സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും നല്ല മികച്ച ഗായകനുള്ള, ലളിതഗാന സംഗീതത്തിനുള്ള ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അത് എൻ്റെ ജീവിതത്തിൽ, ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അവാർഡാണ്. അതുപോലെ തന്നെയാണ് അയ്യങ്കാളി പുരസ്കാരം കിട്ടിയത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുന്നത്, ഊർജം നൽകുന്നത്. ശരി, വിദ്യാഭ്യാസം ഈ സംഗീത സാന്ദ്രമായ ഒരല്പം പതിഞ്ഞ ശബ്ദത്തിൽ ബാലേട്ടൻ പറഞ്ഞു വെച്ച് ഒന്നുകൂടി പറഞ്ഞുകൊണ്ടൊരു ഇടവേളയിലേക്ക് പോകാം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസം, വിവരം, വിവേകം, ഇത് 3 കൂടി വേണം. ഒരു അഭിപ്രായം വന്നത് എന്നോടാണ്. എനിക്കുള്ളൊരു സന്ദേശമാണ്. ഒരു ബഹുമാനത്തിലൊക്കെ ശ്രീ പന്തളം ബാലനെ വിളിക്കണം, പന്തളം ബാലേട്ടനെ വിളിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അന്നും ഇന്നും ഒക്കെ കാണാൻ ഒരുപോലെയാണ്. അപ്പോൾ ബാലേട്ടനെന്ന് വിളിക്കണമോ എന്നൊരു സംശയത്തിലാണ് ഞാൻ ഓരോ പ്രാവശ്യം ശ്രീ പന്തളം ബാലൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ടല്ല, മുതിർന്നവർ എന്ന് നമുക്ക് തോന്നുന്ന ചിലർ ബാലേട്ടൻ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കറുപ്പിക്കുന്ന പോലെ അല്ല അതെന്നുള്ളത്, ഒറിജിനൽ കറുപ്പാണ് എന്നുള്ളതാ സംഗീതത്തിന്റെ. നമുക്ക് നല്ല വയസ്സുണ്ട്, അതുകൊണ്ടും കൂടിയാണ്. ശരി, നമുക്കിനി അതിഥികളിലേക്ക് എത്താം. അതിനു മുമ്പ് ഒരു വിശേഷം കൂടി പറഞ്ഞു. ഇന്നത്തെ ദിവസം കാണേണ്ട ഒരു തീർച്ചയായും. കാരണം നേരത്തെ ശ്രീ ഷാജുമോൻ ചൂണ്ടിക്കാട്ടിയിരുന്നു, അയ്യങ്കാളി ദിനത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. സംസ്ഥാനം ഇത്രയധികം ആഘോഷിക്കുന്നുണ്ടോ അയ്യങ്കാളിയെ? ജനം TV മാത്രമാണ് ഇങ്ങനെ ആഘോഷിക്കുന്നതെന്നൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു. അതിന് വളരെയധികം നന്ദി. ഞങ്ങളും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ആഘോഷം കൂടി പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കുന്നതും. ഈ ഒരു ആശങ്ക അത് റിപ്പോർട്ടായും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ചരിത്രപ്രസിദ്ധമായ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ അയ്യങ്കാളിയോട് സർക്കാരിൻ്റെ അവഗണന എന്നത്, ഈ സമരം നടന്ന കണ്ടൂർ മൈതാനത്ത് ഉചിതമായ സ്മാരകം ഒരുക്കുമെന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതും ലംഘിക്കപ്പെട്ടു. തീർന്നില്ല. സ്ഥലത്തെ അയ്യങ്കാളി പ്രതിമയും നാശത്തിന്റെ വക്കിലാണ്. കല്ലുമാല സമരത്തിന്റെ സ്മരണയ്ക്കായി കൊല്ലത്ത് ഉചിതമായ സ്മാരകമൊരുക്കി അയ്യൻകാളിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായി പട്ടികജാതി മോർച്ച. മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിനായി കീഴാളവർഗം നടത്തിയ സ്ത്രീപക്ഷ സമരമാണ് കല്ലുമാല സമരം. കൊല്ലം ജില്ലയിലെ പേരനാട് നിന്ന് ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി അയ്യൻകാളിയുടെ ആഹ്വാനപ്രകാരം കൊല്ലം നഗരത്തിൽ ഒത്തുചേർന്ന ആയിരക്കണക്കിന് ദളിത് സ്ത്രീകൾ കഴുത്തിൽ കെട്ടിയ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്ന് കന്റോൺമെന്റ് മൈതാനം എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായത്. ജീവിക്കുവാനുള്ള അവകാശത്തിനായി ഒരു ജനത നടത്തിയ ചരിത്ര പോരാട്ടത്തെ കണ്ടില്ലെന്ന നിലപാടാണ് മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ സ്വീകരിച്ചത്. നാളിതുവരെയായി സ്ഥലത്ത് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ നഗരസഭയോ സർക്കാരോ തയ്യാറായിട്ടില്ല. അയ്യൻകാളിയുടെ സമരചരിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള കല്ലുമാല സമരഭൂമിയായ പീരങ്കി മൈതാനത്തോട് കേരളത്തിലെ ഗവൺമെൻറ്റും കൊല്ലം ജില്ലയിലെ കോർപ്പറേഷനും കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാണ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച കഴിഞ്ഞ കുറേ നാളുകളായി ചൂണ്ടിക്കാണിക്കുന്നത്.
പേരിന് അയ്യങ്കാളിയുടെ ഒരു പ്രതിമ നിർമ്മിച്ചതല്ലാതെ മറ്റൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അയ്യങ്കാളി പ്രതിമയും സ്മാരകവും നിൽക്കുന്ന പ്രദേശവും കാട് പിടിച്ച നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റും ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിൻ്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയും ആ പരിസര പ്രദേശങ്ങളിൽ കാട് കയറി നശിക്കുന്ന സാഹചര്യവുമാണ്. കഴിഞ്ഞ നിരവധി മാസക്കാലമായി കോർപ്പറേഷൻ മേയർക്കുൾപ്പെടെ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടും ഈ പ്രദേശം ശുചീകരിക്കുവാൻ അവർ തയ്യാറായിട്ടില്ല. കല്ലുമാല സമരത്തിന്റെ 100ാം വാർഷിക വേളയിൽ സ്ഥലത്ത് ഉചിതമായ സ്മാരകമൊരുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല. പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് അയ്യങ്കാളിയുടെ പേര് വേണമെന്ന ആവശ്യമാണ് പട്ടികജാതി മോർച്ച ഉന്നയിക്കുന്നത്. ജനം, കൊല്ലം. അതുപോലെ തന്നെ മറ്റൊരു വിശേഷം കൂടി നമുക്ക് നോക്കണം അല്ലേ? അതെ, അത് പറയാതെ പോകാൻ പറ്റില്ല. VJT ഹോൾ എന്ന പേരിൽ അക്സെപ്റ്റ് ചെയ്തിരുന്ന പോലെയാണ് അല്ലേ? വിക്ടോറിയ ജൂബിലി ടെർമിനസ് എന്നാണ് അതിന്റെ മുഴുവൻ രൂപമെന്നും അത് നമ്മളെ അടക്കി മാണിരുന്ന, നമ്മളെ അടിമകളാക്കിയിരുന്ന രാജ്ഞിയുടെ പേരിലാണ് ഇവിടെ തലസ്ഥാനത്തിന്റെ ഈ പ്രധാനപ്പെട്ട ഇടത്ത് ഇവിടുത്തെ പൈതൃകം പേറുന്ന ഒരു വലിയ ഹാൾ. എന്തായാലും ആ പേര് ഇന്ന് മാറി. മഹാത്മാ അയ്യങ്കാളി ഹാളാണ് ഇന്ന്. എണ്ണിയാൽ തീരാത്ത ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഇവിടെ നിന്ന് പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. 2019 ഈ ഹാൾ അയ്യങ്കാളി ഹാളായി മാറുന്നത്. അതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ആ പേര് മാറ്റണം, മഹാത്മാ അയ്യങ്കാളിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ടത് രാജേട്ടൻ എന്നെല്ലാവരും വിളിക്കുന്ന ശ്രീ ഒ രാജഗോപാൽ MLA ആണ് സഭയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. ചരിത്ര പ്രഖ്യാപനങ്ങൾക്കും രാഷ്ട്രീയ ലയന സമ്മേളനങ്ങൾക്കും മഹാന്മാരുടെ അന്ത്യയാത്രകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷി കൂടിയാണ് പാളയത്തെ VJT ഹാൾ. വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷ സ്മരണയ്ക്കാണ് തിരുവനന്തപുരത്ത് ടൗൺ ഹാളിൽ നിർമ്മിച്ചത്. 1896 ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് കെട്ടിടം പണി കഴിപ്പിക്കുന്നത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ അക്കാലത്ത് പ്രവർത്തിച്ചത് ഇവിടെയാണ്. 1999 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ VJT ഹാൾ പുനർസമർപ്പണം ചെയ്തു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അയ്യങ്കാളിയുടെ പേര് VJT ഹാളിന് നൽകണമെന്ന് 2007 ABVPയും MLA ആയിരുന്ന സമയത്താണ് BJP നേതാവ് O രാജഗോപാലും ആവശ്യം മുന്നോട്ട് വച്ചത്. 2019 സർക്കാർ VJT ഹാളിന് അയ്യൻകാളി ഹാൾ എന്ന പേര് നൽകി. ഈ പഴയ VJT ഹാളിൽ എത്രയോ തവണ മഹാത്മാ അയ്യങ്കാളി ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, പട്ടികവർഗക്കാരായ സാധാരണക്കാരായ ജനതയ്ക്ക് വേണ്ടിയും ഈ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന പരിവർത്തനത്തിലേക്ക് വരുന്ന ആശയങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചരിത്രപ്രധാനമായ എത്രയോ പ്രസംഗങ്ങൾ മുഴങ്ങിയിട്ടുള്ള ഒരു ഹാളാണിത്. മറ്റ് പലരുടെയും പേരിൽ ഈ ഹാളിനെ സ്മാരകമാക്കാൻ പലരും പരിശ്രമിച്ചു. അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയെ തന്നെ ഈ കാര്യത്തിൽ തിരഞ്ഞെടുത്തത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ഹാളിൻ്റെ സവിശേഷതയും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും പൊതുജന സമക്ഷം സമർപ്പിക്കാനായിട്ട് ജനം TV മുമ്പോട്ട് വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും തലസ്ഥാന നഗരിയിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുകയാണ് നവോത്ഥാന നായകന്റെ നാമത്തിൽ. ജനം, തിരുവനന്തപുരം. വേഗത്തിൽ പുത്തൻപുലരിയുടെ സമയം ഇങ്ങനെ അപൂർവമായിട്ടാണ് പുത്തൻപുലരി അവസാനിക്കല്ലേ എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ വിഭവങ്ങൾ തീരുമ്പോൾ എന്നാൽ പിന്നെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രേക്ഷകരോട് പറഞ്ഞ് പിൻവാങ്ങലുണ്ട്. പെട്ടെന്ന് പോവാം, വാജോടിയില്ല. ശ്രീ പന്തളം ബാലൻ എന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ബാലേട്ടൻ നമുക്കേ ആ ഒഴിവാക്കിയ പാട്ട് ജനം TV പാടിയല്ലേ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചുറപ്പിക്കേണ്ടത്? അതുണ്ടോ കയ്യിൽ? പാട്ട് വരികളില്ല. അപ്പൊ പിന്നെ പ്രേക്ഷകരും എൻ്റെ ക്യാമറമാനും ജയിച്ചു.
ഞങ്ങളെ പുറത്തേക്ക് ഇനി കാണിക്കില്ല എന്ന് പറഞ്ഞൊരാൾ കുറെ നേരമായി ഇവിടെ ഇരുന്ന് അരുൺ അനന്തപുരി ആവശ്യപ്പെടുന്നുണ്ട് 7 സ്വരങ്ങളും അല്ലേ, 7 സ്വരങ്ങളും ഒരു 4 വരി. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളനജാലം, ജാലം ഇന്ദ്രജാലം. അതിലോല ലോലം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. മതിയോ? തീർന്നില്ല. കഴിഞ്ഞു അല്ലേ ഇതൊക്കെ ഒരു ഈ നമ്മൾ പ്രേക്ഷകൻ ആവശ്യപ്പെട്ട ഭഗവാൻ എന്നുള്ള ആ ഗാനം ഓർമ്മയുണ്ടോ വരികളിൽ ബാലൻ? തീർച്ചയായിട്ടും വളരെ മുമ്പേ ആവശ്യപ്പെട്ടു. ഞാൻ പിന്നെ മറന്നുപോയതാണ്. ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ പാട്ടായിരുന്നത്. ഈ പാട്ട് ചെറിയ പ്രായത്തിലായിരുന്നപ്പോഴത്തേക്ക് ഒരു കറുത്തൊരു മെലിഞ്ഞ പയ്യനായിരുന്നല്ലോ അന്ന്, ഇപ്പോഴല്ലേ വണ്ണമൊക്കെ വെച്ചതൊക്കെ. അപ്പോൾ അവിടെ ചിലവ് പറയും ഇന്ന് ഇവിടുന്ന് പാടിയിട്ട് പോകാൻ പറ്റിയില്ലെന്ന് പറയും. അപ്പോൾ ഈ ഫസ്റ്റ് പാടുന്ന പാട്ടാണിത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. കൗരവരെന്നും ചൂതിൽ ജയിപ്പൂ, കൃഷ്ണ നീ എവിടെ എവിടെ, കൃഷ്ണ നീ എവിടെ. സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. ആഹാ, അതിമനോഹരം. അതിമനോഹരം. ഞാനങ്ങനെ ശ്വാസം നിൽക്കുകയാണ്. എന്തായാലും പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുകയാണ് എന്ന് ഒരു ചോദ്യം കൂടെ, അവസാനത്തെ ഒരു ചോദ്യം ശ്രീ ഷാജുമോനോട്. ഈ ഒരു പ്രത്യേകതയുള്ള ഏറ്റവും മനോഹരമായ ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കായി സന്ദേശം കൂടി നൽകണം. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ സസൂക്ഷ്മം പഠിക്കാൻ തയ്യാറാവണം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ ഓരോരുത്തർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അതെല്ലാം പഠിച്ചുകൊണ്ട് നമ്മുടെ പുതുതലമുറ, ആ പുതുതലമുറയ്ക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ തയ്യാറാവണം. അതുപോലെ സർക്കാരുകളെ സംബന്ധിച്ച് സർക്കാരുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. യഥാർത്ഥത്തിൽ അയ്യങ്കാളിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. സർക്കാർ ഇതിന് മുൻകൈയെടുത്തുകൊണ്ട് പാഠ്യപദ്ധതിയിലടക്കം മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് അനിവാര്യമാണ്. കാരണം ഇത്രയും അധികം കേരളത്തിന് വേണ്ടി, കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന സാമൂഹ്യമായിട്ടുള്ള ഈ ഐക്യം, പണ്ട് നേരത്തെ നമുക്കറിയാൻ സാധിക്കും കേരളം, നവോത്ഥാന കേരളം കെട്ടിപ്പടുത്ത് മഹാത്മാ അയ്യങ്കാളിയാണ്. പക്ഷെ ആധുനിക കേരളത്തിൽ ആ നവോത്ഥാന മൂല്യങ്ങൾക്ക് ഇന്ന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ ശോഷണം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി നൽകിയുള്ള സംഭാവനകൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്
നാം ആവിഷ്കരിക്കേണ്ടത്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് വിവിധ പാഠാവലികളിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തയ്യാറാവണം. അതിനൊന്നും സർക്കാർ അമാന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കേരളത്തെ കേരളമാക്കി നിലനിർത്തിയത് മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള, അയ്യ വൈകുണ്ഠ സ്വാമികളെ പോലെയുള്ള, ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ആ സാമൂഹ്യ നവോത്ഥാന നായകന്മാരാണ്. ആ സാമൂഹ്യ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിപ്പിക്കാതെ നമ്മൾ ഇത്രയും കാലഘട്ടം, ഏകദേശം നൂറ്റാണ്ട് കാലം നാം പഠിപ്പിച്ചിരുന്നത് മക്കോളയുടെ വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു, പാശ്ചാത്യ വിദ്യാഭ്യാസ ജീവിതമായിരുന്നു, പാശ്ചാത്യ വിദ്യാഭ്യാസങ്ങളായിരുന്നു. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ, സനാതന ധർമ്മങ്ങൾ, നമ്മുടെ ഈ കേരളത്തിൻ്റെ മൂല്യങ്ങൾ, സംസ്കാരങ്ങൾ, അവയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നൂതനമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി, ആ പദ്ധതിക്ക് ഈ ഗവൺമെന്റ് അടക്കം രൂപം കൊടുക്കണമെന്നാണ് എനിക്ക് അതായത് പറഞ്ഞു വരുന്നത്. അയ്യങ്കാളി ജയന്തിയുടെ അന്ന് വെള്ളയമ്പലത്തെ പ്രതിമയിൽ വന്ന് ഹാരാർപ്പണം ചെയ്ത് പുഷ്പാർച്ചന നടത്തി ഫോട്ടോയും എടുത്ത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് പോയാൽ പോരാ, ചെയ്യണം എന്നുള്ളതാണ്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ സുദിനം അയ്യങ്കാളി ജയന്തി വളരെ വളരെ സ്പെഷ്യലാക്കിയ പന്തളം ബാലേട്ടനും ശ്രീ ഷാജിമോൻ വട്ടേക്കാട്ടിനും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. നമസ്തേ.